ഒടുവിൽ നിനക്കു വേണ്ടി ഒരു കാലം വരും. ഈ തീക്കാറ്റുമായും ഈ ചൂട് ഇല്ലാതെയാകും. കാലത്തിൻ്റെ കുളിർക്കാറ്റ് നിന്നെ ഭൂമിക്കടിയിൽ നിന്നും തോണ്ടി വിളിക്കും. അപ്പോൾ മാത്രം നീ നിന്റെ ജീവൻ്റെ തല പതിയെ ഉയർത്തുക, ഭൂമിയിൽ നിന്റെ സാന്നിധ്യം അറിയിക്കുക. പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് രക്ഷപ്പെടലിലേക്ക് കുതിക്കുക. കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സമാപന സമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഈ സമാപന സമ്മേളന വേദിയിലേക്ക് ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു കലയുടെ അധ്യക്ഷൻ മാത്യു ജോസഫ്, കലയുടെ ആദരണീയനായ സെക്രട്ടറി TV ഹിക്മത്ത്, ശ്രീ അശോകൻ ചെരുവിൽ, ശ്രീ ബെന്യാമിൻ, ശ്രീ ശരത്ചന്ദ്രൻ, ഹരിത സാവിത്രി, പ്രിയ വിജയൻ ശിവദാസ്, MT സ്മാരക പുരസ്കാര ജേതാവ് ജോസഫ് അതിരുങ്കൽ, ലോക കേരള സഭ അംഗം R നാഗനാഥൻ എന്നിവരെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം കലയുടെ ട്രഷറർ PB സുരേഷ്, വൈസ് പ്രസിഡന്റ് പ്രവീൺ, ജോയിന്റ് സെക്രട്ടറി പ്രസീദ് കരുണാകരൻ, KKLF ചെയർമാൻ ശ്രീ പ്രേമനില്ലത്ത്, KKLF ജനറൽ കൺവീനർ ശ്രീ മണികണ്ഠൻ വട്ടക്കുളം എന്നിവരെയും ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2025 സമാപന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കലാകുവൈറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ TV ഹിക്മത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, കലയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മാത്യു, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറെ ആദരണീയരായ ശ്രീ അശോകൻ ചെരുവിൽ, ബെന്യാമിൻ, ശരത്ചന്ദ്രൻ, ഹരിത സാവിത്രി, പ്രിയ വിജയൻ ശിവദാസ്, കലാകുവൈറ്റിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി ഞങ്ങൾ ഏർപ്പെടുത്തിയ യശസ്വരീനായ എഴുത്തുകാരൻ പ്രിയപ്പെട്ട MTയുടെ പേരിൽ ഞങ്ങൾ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ സൗദി അറേബ്യയിൽ നിന്നുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരൻ ജോസഫ് അതിരുങ്കൽ, ഈ വേദിയിൽ എന്നോടൊപ്പം വേദി പങ്കിടുന്ന കലയുടെയും ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെയും സംഘാടക സമിതിയുടെ ചുമതലക്കാർ, ലോക കേരള സഭ അംഗം പ്രിയപ്പെട്ട സുഹൃത്ത് R നാഗനാഥൻ, അതിലുപരി 2 ദിവസങ്ങളായി ഈ സാഹിത്യ സംവാദ മേളയിൽ മുഴുവൻ സമയവും പങ്കെടുത്ത കുവൈറ്റിലെ എഴുത്തുകാർ, സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, കലയുടെ കുടുംബാംഗങ്ങൾ, കലയുടെ സഹയാത്രികർ
ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത് ഏറെ സന്തോഷത്തോടെയാണ് ഇത്തരമൊരു സാഹിത്യ സംവാദ മേളക്ക് കല നേതൃത്വം കൊടുക്കുന്നത് എന്നാണ്. സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കലയുടെ ചുമതലക്കാരൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ സമാപന സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കാലവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ പ്രവാസി സമൂഹത്തിന് മുന്നാകെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 2 ദിവസം നീണ്ടു നിൽക്കുന്ന, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച നീണ്ട ഇടവേളകളില്ലാത്ത ഒരു പാനൽ ഡിസ്കഷൻ, അതിലപ്പുറം അതിഥികളുമായി സംവദിക്കാനുള്ള കുവൈത്തിലെ സാഹിത്യ പ്രേമികൾക്ക് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ള അവസരമൊക്കെ തന്നെ ഏറെക്കുറെ ആശങ്കയോടു കൂടി ആയിരുന്നു ഈ പരിപാടിക്ക് ഞങ്ങൾ ആരംഭം കുറിച്ചത്. പക്ഷേ ഞങ്ങളുടെ എല്ലാ ആശങ്കകളെയും എല്ലാ തരത്തിലുള്ള സംശയങ്ങളെയും മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് ഈ സാഹിത്യ സംവാദ മേള ഇവിടെ പരിസമാപ്തിക്ക്. ഈ സാഹിത്യ മേള ഇത്ര കണ്ട് അഭിമാന പുരസ്സരം ഈ മേള സമാപിക്കുമ്പോൾ ഈ മേളയുടെ നടത്തിപ്പിന് വേണ്ടി കഴിഞ്ഞ 1.5 മാസക്കാലമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കലയുടെ പ്രിയപ്പെട്ട സഖാക്കളെ ഞാൻ ഈ അവസരത്തിൽ നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ്. ഇതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ പ്രേമനില്ലത്ത്, ഇതിൻ്റെ ജനറൽ കൺവീനർ ശ്രീ മണികണ്ഠൻ വട്ടക്കുളം, ഇതിൻ്റെ വിവിധ സബ് കമ്മിറ്റികൾ, ഇതിൻ്റെ കലാചാരുത നൽകുന്ന, സ്വാഭാവികമായും ഒരു സാഹിത്യ സംവാദമേള ഇങ്ങനെയോ അല്ലാതെയും നമുക്ക് നടത്താൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി നാട്ടിൽ നിന്നും അതിഥികളെ കൊണ്ടുവന്ന് വേണമെങ്കിൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ ഇവിടെയുള്ള മാത്രം എഴുത്തുകാരെ മാത്രം പങ്കെടുപ്പിച്ച് ഒരു സംവാദമേളയാക്കിയൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ നടന്ന സംവാദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. അതിലെ വിഷയങ്ങൾ അതിലും പ്രധാനപ്പെട്ടതായിരുന്നു. പങ്കെടുത്ത അതിഥികളാവട്ടെ, അവിടെയാണ് ഞങ്ങൾക്ക് കുറെ കൂടി അഭിമാനം തോന്നുന്നത്. ഒരർത്ഥത്തിലുള്ള ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ അതിഥികളും കലയുടെ പ്രവർത്തകരും ഇവിടെ കൂടി ഇരുന്ന സാഹിത്യ രംഗത്തെ അല്ലെങ്കിൽ എഴുത്തുകാരും തമ്മിൽ ഒരു വിടവും ഇല്ലാത്ത തരത്തിലേക്ക് അവരോട് ചേർന്ന് നിന്ന് ആദ്യാവസാനം വരെ ഈ സംവാദ മേളയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട അതിഥികൾ ഈ മേളയുമായി സഹകരിച്ചു എന്നുള്ളത് അതിലേറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞങ്ങളുടെ 5 അതിഥികളെയും അക്കാര്യത്തിൽ ഈ അർത്ഥത്തിൽ ഈ മേള സമ്പുഷ്ടമാക്കുന്നതിൽ ഞങ്ങളുമായി സഹകരിച്ച 5 പേരെയും ആദ്യമായി ഞങ്ങളുടെ എല്ലാ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഈ മേള പൂർണ്ണമാക്കുന്നതിൽ ഞാൻ ആമുഖമായി സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ കലാവിഭാഗം പേര് പരാമർശിക്കാതെ പോയാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ കലാവിഭാഗത്തിൻ്റെ സെക്രട്ടറി നിശാന്ത് ജോർജിൻ്റെ നേതൃത്വത്തിലാണ് ഈ മേളക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 1.5 മാസക്കാലമായി സ്വാഗത സംഘം ആപ്പീസായി പ്രവർത്തിച്ച കലയുടെ അബ്ബാസ്യ മേഖലയിലെ പ്രവർത്തകരൊരുക്കിയ സ്വാഗത സംഘം ആപ്പീസ് കേവലം ഒരു മാതൃക മാത്രമായിരുന്നില്ല. കഴിഞ്ഞ 1.5 മാസക്കാലം നടന്നത് കവിയരങ്ങുകൾ, പുസ്തക ആസ്വാദനങ്ങൾ, വിവിധ ചർച്ചകൾ, സംവാദങ്ങളൊക്കെ തന്നെ ഒരു മേളക്കാവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും ഇതിൻ്റെ ഭാഗമായി ഞങ്ങളുടെ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വേറിട്ട് നിന്നത് ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളായിരുന്നു.
മീഡിയ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത മീഡിയ കമ്മിറ്റിയുടെ ചുമതലക്കാർ മെജിത്തും അതേപോലെ തന്നെ ആക്ടിംഗ് മീഡിയ സെക്രട്ടറി പ്രസീദയും ഉൾപ്പെടെ വരുന്ന മീഡിയ കോർ കമ്മിറ്റിയായി പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും സ്നേഹപുരസ്സരം അഭിവാദ്യം ചെയ്യുകയാണ്. പിന്നീട് ഇതിൻ്റെ പ്രവർത്തന രംഗത്തേക്ക് വരുമ്പോൾ ഈ മേളക്കാവശ്യമായ തലക്കെട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിൻ ഇത്തരം വിവിധ സാഹിത്യ സംവാദ മേളകൾക്ക് നേരിട്ട് തന്നെ നേതൃത്വം കൊടുത്ത ആൾ എന്ന നിലക്ക് ബെന്യാമിനുമായാണ് ആദ്യഘട്ടത്തിൽ സംസാരിച്ചത്. ഏറെ സന്തോഷപൂർവ്വം ഈ മേളക്കാവശ്യമായ മുഴുവൻ തലക്കെട്ടുകളും ഞങ്ങൾ ചില സജഷൻസ് അങ്ങോട്ട് നൽകി, അതിന് പൂർണ്ണത നൽകി, വ്യത്യസ്തങ്ങളായ തലക്കെട്ടുകൾ നൽകി ഈ മേളയെ സമ്പുഷ്ടമാക്കിയ പ്രിയപ്പെട്ട ബെന്യാമിന് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഈ പരിപാടിക്ക് ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തുമ്പം സ്വാഭാവികമായും ഏതർത്ഥത്തിലും ഇത്തരം മേളകൾ സമ്പുഷ്ടമാവുന്നത് സ്വാഭാവികമായും ഇതിനാവശ്യമായ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇതിനാവശ്യമായ സാമ്പത്തികം കണ്ടെത്തുന്നതിൽ ഇതിൻ്റെ ഫൈനാൻസ് കമ്മിറ്റിയുടെ കൺവീനറായി പ്രവർത്തിച്ച പ്രിയപ്പെട്ട സ്നേഹിതൻ മനു തോമസിനെ സ്നേഹപുരസ്സരം അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായി ഇനി കലാ കുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലും കൂടി മാറുകയാണ് എന്നുള്ളത് കലയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമാണ്. ഈ പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഇന്ന് രാവിലെ 9 മണി മുതൽ ഈ സമയം വരെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും ഞങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞത്, ഞങ്ങളുമായി സഹകരിച്ച ആളുകൾ കൃത്യമായി പാലിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ സമയകൃത്യതയാണ്. 9 മണിക്ക് ആരംഭിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ കൃത്യം 9 മണിക്ക് സ്വിച്ച് ഇട്ട് ഓൺ ചെയ്തതുപോലെ ഇവിടെ സെഷനുകൾ ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി പങ്കെടുത്ത അതിഥികൾ അതുമായി സഹകരിച്ചു. മോഡറേറ്റർമാർ നന്നായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തു. ചോദ്യങ്ങൾ ഉന്നയിച്ച, ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത, ഇതിൻ്റെ ഡെലിഗേറ്റ്സായി പങ്കെടുത്ത ആളുകളും പൂർണ്ണമായി ഈ സെഷനുകളുമായി സഹകരിച്ചിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി സമയബന്ധിതമായി ഏറ്റവും അവസാനം ഈ പൊതുസമ്മേളനം ചേരുമ്പോൾ 6 മണിക്ക് തീരുമാനിച്ചെങ്കിൽ 6:06 നമുക്ക് ഈ പൊതുസമ്മേളനം ഔപചാരികമായി നടത്താനും കഴിഞ്ഞു എന്നുള്ളത് സമയകൃത്യത പാലിച്ചുകൊണ്ട് ഈ 2 ദിവസത്തെ ഈ സെഷനുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കേണ്ടതായിരുന്നു എന്നതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ഈ സമ്മേളനത്തിനകത്ത് പ്രധാനമായും 2 ദിവസങ്ങളിൽ നടന്ന സാഹിത്യ സംവാദ മേളയെക്കുറിച്ചും പൊതുവായി ഇത്തരം മേളകളുടെ പ്രസക്തിയെക്കുറിച്ചും ഇതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട അതിഥികൾ നിങ്ങളോട് ദീർഘമായെങ്കിൽ അല്ലെങ്കിൽ പോലും കാര്യപ്രസക്തമായ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കും എന്നുള്ളത് കൊണ്ട് ഈ മേളയുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ സ്വാഗത സംസാരത്തിൻ്റെ ഭാഗമായി പോകുന്നില്ല. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്ന കലയുടെ പ്രസിഡന്റ് മാത്യു ജോസഫിനെ ഔപചാരികതയ്ക്ക് വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ അശോകൻ ചെരുവിലിനെ സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രവാസികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറിയ പ്രവാസികളുടെ എഴുത്തുകാരൻ കൂടിയായ ബെന്യാമിനെ ഏറെ സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാറുന്ന ലോകത്ത് ജനങ്ങൾക്കൊപ്പം ഏറ്റവും പോസിറ്റീവായ വാർത്തകൾ സമ്മാനിക്കുന്ന, മാധ്യമരംഗത്തെ ബദലായി നിൽക്കുന്ന കൈരളി ടിവിയുടെ ന്യൂസ് ഡയറക്ടർ പ്രിയപ്പെട്ട ശരത് ചന്ദ്രനെ ഈ വേദിയിലേക്ക് സ്നേഹപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ സംസാരിക്കുന്ന പ്രവാസി എഴുത്തുകാരി ഹരിത സാവിത്രിയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുതിയ സാങ്കേതിക വിദ്യയുടെ കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അതോടൊപ്പം എഴുത്തും തൻ്റെ ഇഷ്ടമേഖലയായി കരുതുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രവാസി കൂടിയായിട്ടുള്ള പ്രിയ വിജയൻ ശിവദാസിനെ ഏറെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ വേദിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നത് ഈ സാഹിത്യമേളയുടെ ഭാഗമായി ഞങ്ങൾ പ്രഖ്യാപിച്ച MTയുടെ പേരിലുള്ള സാഹിത്യ അവാർഡാണ്. MTയുടെ പേരിലുള്ള സാഹിത്യ അവാർഡ് നേടിയിട്ടുള്ള പ്രിയപ്പെട്ട ജോസഫ് അതിരുങ്കലിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ലോക കേരള സഭ അംഗം R. നാഗനാഥനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സംഘാടക സമിതിയുടെ ചെയർമാൻ പ്രേമനില്ലത്ത്, അതുപോലെ ഇതിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന മണികണ്ഠൻ, കലയുടെ കേന്ദ്ര ഭാരവാഹികൾ തുടങ്ങി ഈ വേദിയിൽ സന്നിഹിതരായ മുഴുവൻ ആളുകളെയും ഏറെ സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ 2 ദിവസങ്ങളായി നടന്ന ഈ പരിപാടിയിൽ ഏറ്റവും സന്തോഷപൂർവ്വം ആവേശപൂർവ്വം പൂർണ്ണ സമയം ഈ പരിപാടിയുടെ ഭാഗമായി മാറിയ മുഴുവൻ രജിസ്റ്റർ ചെയ്ത് പങ്കെടുത്ത ഡെലിഗേറ്റ്സിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വിജയകരമാക്കുന്നതിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കലയുടെ കുടുംബാംഗങ്ങളുണ്ട്. 4 മേഖലയിലെയും 90ഓളം വരുന്ന യൂണിറ്റുകളിലെയും പ്രവർത്തകരുണ്ട്. അവരെ ഏറെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിവിധ സാംസ്കാരിക പ്രവർത്തകർ, സാമൂഹിക സംഘടനകളുടെ ഭാരവാഹികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി ഈ പരിപാടി ഞങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയ എല്ലാവരെയും, അത് സാമ്പത്തികമായും മറ്റ് ഉപദേശ നിർദ്ദേശങ്ങൾ വഴിയും ഈ പരിപാടി സമ്പുഷ്ടമാക്കുന്നതിൽ സഹകരിച്ച മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ ഈ പരിപാടിയിലെ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി കലയുടെ ആദരണീയനായ പ്രസിഡന്റ് മാത്യു ജോസഫിനെ ക്ഷണിക്കുന്നു. ഈ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട അതിഥികൾ, കലയുടെ ഭാരവാഹികൾ, MT പുരസ്കാരം ജേതാവ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കലാകുടുംബാംഗങ്ങളെ, നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി നമ്മൾ സൂചിപ്പിച്ചതുപോലെ കുവൈറ്റിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന, എന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു വലിയ പരിപാടിയായി നമ്മുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് അവസാനിക്കുകയാണ്. തീർച്ചയായും ഈ പരിപാടി ഇത്തരത്തിൽ വിജയിച്ചിട്ടുള്ളത് 2 കാരണങ്ങൾ തന്നെയാണ്. ഒന്ന്, ഈ പരിപാടിയിൽ ഇന്നലെയും ഇന്നും പങ്കെടുത്ത, ഇതിൻ്റെ വിവിധ സെഷനുകളിൽ പങ്കെടുത്ത, ആദ്യ അവസാനം പങ്കെടുത്ത ഈ കുവൈത്തിലെ പൊതുസമൂഹം. മറ്റൊരു പ്രധാനപ്പെട്ടത്, ഈ പരിപാടി ആലോചിക്കുമ്പോൾ, ഈ പരിപാടിയുടെ അതിഥികളായി നമ്മൾ ക്ഷണിക്കുമ്പോൾ നമുക്ക് ആ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾ. ഏതർത്ഥത്തിലാണോ നമ്മൾ ഈ പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഈ പരിപാടി ഏതർത്ഥത്തിലാണോ നാം പ്ലാൻ ചെയ്ത്, ആ അർത്ഥത്തിൽ തന്നെ ഏറ്റവും മഹത്തായ ഒരു ഫെസ്റ്റിവലായി മാറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ വർഷങ്ങളിലും നമുക്ക് മുൻപ് 7 വർഷങ്ങൾക്ക് മുമ്പാണ് കല ആദ്യമായി മൈക്രോ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. അത് സംഘടിപ്പിക്കുമ്പോൾ നാം ആദ്യമായി ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. സാധാരണക്കാരായുള്ള സിനിമാ പ്രവർത്തകർക്ക് മൊബൈൽ ഫോണിൽ സിനിമ ചിത്രീകരിക്കുവാനും അത് എഡിറ്റ് ചെയ്യാനും ആ സിനിമ നിർമ്മിക്കുവാനും കഴിയാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ആ പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. 7 വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ കഴിഞ്ഞ പ്രവർത്തന വർഷവും ഏറ്റവും നന്നായി 70-ൽ പരം സിനിമകൾ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഫെസ്റ്റിവലായി നമുക്കത് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അതിനു മുമ്പ് നാം സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ കൃഷി പോലുള്ള ഇവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടി, അതും ഒരു വർഷം നമ്മൾ പുതിയതായി ഏറ്റെടുത്ത പരിപാടിയാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നാം കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ബാലകലാമേള വർഷങ്ങൾക്ക് മുമ്പ് നാം ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. എന്നാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ അത് കുട്ടികളുടെ ശാസ്ത്രബോധം വളർത്തുന്നതിൻ്റെ ഭാഗമായി സൈനിഷ്യ എന്നർത്ഥത്തിൽ വളരെ വിപുലമായി നമുക്കത് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. കായിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടംവലി പോലുള്ള മത്സരങ്ങൾ നമുക്ക് പുതിയതായി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. ആ അർത്ഥത്തിൽ ഈ വർഷം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ പുതിയ പരിപാടി, ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, മുൻപ് നാം ഏറ്റെടുത്തിട്ടുള്ള പുതിയ പ്രവർത്തനങ്ങൾ ഏതർത്ഥത്തിലാണോ വിജയിച്ചത്, ആ അർത്ഥത്തിൽ തന്നെ ഇതും വിജയിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, കലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്.
നമുക്കറിയാം നമ്മുടെ 4 മേഖലാ കമ്മിറ്റി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം ദൈനംദിനം നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. അത് സാമൂഹിക, സാംസ്കാരിക, കായിക, കലാമേഖലകൾക്കകത്ത് ദൈനംദിനം നമ്മൾ ഇടപെടാറുണ്ട്. 4 മേഖലാ കമ്മിറ്റി ഓഫീസുകൾക്കകത്ത് സാധാരണക്കാരായിട്ടുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാര പ്രവാസികൾക്ക് കൈത്താങ്ങാവുവാൻ വേണ്ടി നമ്മുടെ 4 മേഖലാ ഓഫീസുകളിലും സാമൂഹ്യ വിഭാഗത്തിൻ്റെ കീഴിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്താറുണ്ട്. നമുക്ക് മുന്നിലേക്ക് വരുന്ന ഒരാളുടെ ജാതി ചോദിക്കാനോ, ഒരാളുടെ മതം ചോദിക്കുവാനോ, ഒരാളുടെ ജില്ല ചോദിക്കുവാനോ, പ്രാദേശികമായി അവരെ അത്തരം ചോദ്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് മുന്നിൽ വരുന്ന കേസുകളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഏത് തരത്തിലാണ് നമുക്ക് സഹായിക്കാൻ കഴിയുന്നത്, ആ അർത്ഥത്തിൽ ഇന്നുവരെയും കലയ്ക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കേവലം സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ആളുകളെ ചേർത്ത് പിടിക്കുവാൻ, അവരോടൊപ്പം നമ്മളുണ്ടെന്ന് പറയുവാൻ, ആ അർത്ഥത്തിൽ ഈ പ്രവാസി സമൂഹത്തിന് കൃത്യമായി എങ്ങനെയാണ് ഒരു പ്രവാസി സംഘടന പ്രവർത്തിക്കേണ്ടത്, ആ അർത്ഥത്തിൽ നമുക്ക് ഇന്നുവരെ പ്രവർത്തിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ അവസരത്തിലാണ് നമ്മൾ ഈ വർഷം ഏറ്റെടുത്തുള്ള ഈ പരിപാടിയെ സംബന്ധിച്ച് കലയുടെ ജനറൽ സെക്രട്ടറി വളരെ വിശദമായി ഇതിൻ്റെ സെഷനുകളെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സാഹിത്യോത്സവത്തിൻ്റെ വിജയികളുണ്ട്. അതോടൊപ്പം തന്നെ ആ വിജയികൾക്കും MD പുരസ്കാരം നേടിയിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ ജോസഫ് അതിരങ്കലിനുമുള്ള പ്രത്യേക ആശംസ ഈ അവസരത്തിൽ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ വേദിയെ ധന്യമാക്കിയിട്ടുള്ള, നമുക്കറിയാം ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്ക് MDയെ മറന്നുകൊണ്ട് പോകാൻ വേണ്ടി കഴിയില്ല. ആ അർത്ഥത്തിൽ ഇതിൻ്റെ വേദികൾ, നമ്മൾ വരുന്ന കോറിഡോർ ഉൾപ്പെടെ ആ MDയെ ഓർക്കുന്ന തരത്തിലേക്ക് ആ കലാകാരനെ വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ, ആ കലാകാരൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ, മുന്നോട്ട് വെച്ചിട്ടുള്ള കഥകളൊക്കെ തന്നെ ഈ വർത്തമാനകാലത്ത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വരാൻ പോകുന്ന, നമ്മുടെ ഈ വർത്തമാനകാലത്ത് ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ മുൻകൂട്ടി സൂചിപ്പിക്കുവാൻ, ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ള ഒരു കലാകാരൻ, ആ കലാകാരൻ്റെ ഫോട്ടോയ്ക്ക് താഴെ എഴുതി വെച്ചിട്ടുള്ള ഒരു വാചകം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുകയാണ്. മരിച്ചുപോയ ഇന്നലെയെ ചൊല്ലി, ജന്മമെടുക്കാത്ത നാളെയെ ചൊല്ലി എന്തിനു നാം വേദനിക്കുന്നു, ഇന്നിൻ്റെ മാധുര്യം നമുക്ക് അവശേഷിക്കുന്നു, നിറഞ്ഞ പാനപാത്രം നമ്മളെ കാത്തിരിക്കുന്നു. അത് തന്നെയാണ് പറയാനുള്ളത്. ഈ വർത്തമാനകാലത്ത് നമുക്ക് എന്താണോ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത്, അത് ഈ വർത്തമാനകാലത്ത് ചെയ്യുക തന്നെ വേണം. അത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പുതുതലമുറയുടെ സംരക്ഷണത്തിന് വേണ്ടി കൂടി ഈ വർത്തമാനകാലത്തെ വർഗീയ ഉണ്ടാകുന്ന ശക്തികൾക്കെതിരായി ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിയും, ഏതൊക്കെ തരത്തിൽ നമുക്ക് പ്രതിരോധം ഉയർത്താൻ വേണ്ടി കഴിയും, നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന, നാം ഏത് വസ്ത്രം ധരിക്കണം, നാം എന്ത് അഭിപ്രായം പറയണം, നാം എന്ത് എഴുതണം എന്നുൾപ്പെടെയുള്ള നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പോരാട്ടത്തിൽ ഈ പ്രവാസ ഭൂമിയിൽ നിന്ന് പങ്കെടുക്കുവാൻ നമ്മൾക്കെല്ലാവരും ഒറ്റക്കെട്ടായി പങ്കെടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹ അഭിവാദ്യങ്ങൾ നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി ഈ സമാപന സമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സാംസ്കാരിക പ്രവർത്തനം കഥാകൃത്തുമായിട്ടുള്ള ശ്രീ അശോകൻ ചെരുവിലിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ കുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഇവിടെ പ്രസിഡന്റ് ശ്രീ മാത്യു ജോസഫ്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികൾ, കലയുടെ ഭാരവാഹികൾ, പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ MT സാഹിത്യ പുരസ്കാരം നേടിയിട്ടുള്ള എഴുത്തുകാരൻ ജോസഫ് അതിരുങ്കൽ, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, ഒരു പ്രഭാഷണത്തിന് ഞാൻ ഈ അവസരത്തിൽ മുതിരുന്നില്ല. ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ഈ കലോത്സവം, സാഹിത്യോത്സവം എന്ന് മാത്രം പറഞ്ഞുകൂടാ, സാഹിത്യവും ഒരു കലാരൂപമാണ്. അപ്പോൾ കലയുടെ വിവിധ രംഗങ്ങളിലുള്ള ആവിഷ്കാരങ്ങൾ അടക്കം ആയതുകൊണ്ട് ഇതൊരു വലിയ കലോത്സവമായി മാറി. വളരെ ചിട്ടയായി എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി, പ്രത്യേകിച്ചും എല്ലാ തലമുറകളുടെയും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങളടക്കം ഉള്ള വലിയ പങ്കാളിത്തവും അവരുടെയൊക്കെ സഹകരണവും വാസ്തവത്തിൽ വളരെ മാതൃകാപരമായ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടന്നത്. കുവൈറ്റ് പ്രവാസ ലോകത്തെ
വളരെയേറെ അനുഭവങ്ങളുള്ള, വളരെയേറെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ പ്രവാസികൾക്ക് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കുകയും വളരെ മനോഹരമായി അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെ പുതിയ ഈ ഒരു പാത, സാഹിത്യോത്സവ പാത, അതിൻ്റെ കലയുടെ ചരിത്രത്തിനും അതിൻ്റെ പ്രവർത്തന മികവുകൾക്കും ഒക്കെ തന്നെ അനുയോജ്യമായ തരത്തിൽ തന്നെ ഇവിടെ വിജയിച്ചു. നല്ല പങ്കാളിത്തത്തോടു കൂടി, നല്ല സംവാദാത്മകമായ അന്തരീക്ഷത്തിൽ അത് നടന്നു എന്നുള്ളത് ഒരു അത്ഭുതമുള്ള കാര്യമല്ല. എങ്കിൽ പോലും അതിലുള്ള ആ മികവിനെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ഒരു സാംസ്കാരിക പ്രവർത്തകൻ, കേരളത്തിലെ ഒരു എളിയ സാംസ്കാരിക പ്രവർത്തനം എന്നുള്ള നിലയിൽ ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾ എനിക്ക് കൂടി ഒരു ദിശാബോധവും മാർഗദർശനവും നൽകുന്നതാണ് എന്നും എടുത്തു പറയേണ്ടതാണ്. ഞാനൊരു കാര്യം മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ MT സാഹിത്യ പുരസ്കാരം, അതിൻ്റെ ജൂറിയിലൊരംഗമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട് നമ്മുടെ ഭാഷയിൽ. അവാർഡുകളൊക്കെ വളരെ പലതരത്തിലുണ്ട്. കഥയ്ക്കും പലതരത്തിലുള്ള അവാർഡുകളുണ്ട്. പല വിധത്തിലുള്ള ഇത്തരത്തിലുള്ള അവാർഡ് നിർണയ സമിതികളിലൊക്കെ അംഗമാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്തും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പങ്കാളിയാകാൻ അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കഥ അവാർഡ് പുരസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി ശരിയായ ഒരു തെരഞ്ഞെടുപ്പിന് സാധ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് കലയുടെ ഭാരവാഹികൾ നടത്തിയത്. ഈ പുസ്തകങ്ങൾ 3 ഗ്രൂപ്പുകളായിട്ട് 3 എഴുത്തുകാർക്ക്, അതിൽ പങ്കെടുത്തവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനൊരു കാര്യം മാത്രം പറയാം. നേരത്തെ നമ്മളിവിടെ ഇന്നിപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ, മലയാളത്തിൽ കഥയ്ക്കും നോവലിനും ഒക്കെ ഉണ്ടായിട്ടുള്ള, കവിതയ്ക്കും ഒക്കെ ഉണ്ടായിട്ടുള്ള പുരോഗതി, ആ മേഖലയിലെ പുതിയ പ്രവണതകൾ, പുതിയ പ്രതിഭാശാലികൾ, അതൊക്കെ തന്നെ അഭിമാനകരമായ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസ ലോകത്തും അതിനനുയോജ്യമായ രീതിയിലുള്ള മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഒരു പങ്കാളിത്തമാണ്, അല്ലെങ്കിൽ ഒരു മത്സരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു എഴുത്തുകാരുടെ ഒരു പങ്കാളിത്തമാണ് വാസ്തവത്തിൽ ഈ അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ടുണ്ടായത്. വളരെയേറെ മികച്ച കൃതികൾ അതിൻ്റെ ഭാഗമായി വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിൽ പല തലമുറയിൽപ്പെട്ടവരുണ്ട്, പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ആ പ്രവർത്തനം, ആ വായന എന്ന് ഞാൻ ഇവിടെ പറയട്ടെ. ശ്രീ ജോസഫ് അതിരുങ്കൽ അദ്ദേഹത്തിൻ്റെ ഗ്രിഗർ സാംസയുടെ കാമുകി എന്ന് പറയുന്ന ഗ്രന്ഥത്തിനാണ്, കഥാസമാഹാരത്തിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. വളരെ നമ്മുടെ കഥാസാഹിത്യത്തിൻ്റെ, മലയാള കഥാസാഹിത്യത്തിൻ്റെ പണ്ടുകാലം മുതലേയുള്ള ഏതാണ്ട് 100-125 കൊല്ലമായിട്ടുള്ള അതിൻ്റെ ആ ഒരു സാംസ്കാരിക ഉണർവിനെ ശരിയായി പ്രതിഫലിക്കുന്ന ആധുനിക ദർശനങ്ങളുടെയും ആധുനിക വീക്ഷണത്തിൻ്റെയും ഒക്കെ തന്നെ നല്ല അവബോധമുള്ള കഥകളുടെ ഒരു സമാഹാരമാണ് അത്. അദ്ദേഹത്തിൻ്റെ ഭാഷ പണ്ടേ തന്നെ മലയാളിക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. വളരെ മനോഹരമായ ഒരു ഭാഷയിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. വളരെ നവീനമായ ഒരു രൂപവും ഭാവവും ഉള്ള കഥകളാണ്. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഇവിടെ നടന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അതിൽ പങ്കാളികളായ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.
അടുത്തതായി ഈ സമാപന സമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി സാംസ്കാരിക പ്രവർത്തനും നോവലിസ്റ്റുമായ ശ്രീ ബെന്യാമിനോട് അഭ്യർത്ഥിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. രാവിലെ മുതൽ ഏതാണ്ട് 3 സെഷനിലായി 3 മണിക്കൂറിലധികം സമയം നിങ്ങളോട് സംവദിച്ച് കഴിഞ്ഞു. ഇന്നലെയും സുദീർഘമായി സംസാരിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ സെക്രട്ടറി പറഞ്ഞത് അതിഥികൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളോട് സംസാരിക്കുമെന്ന്. ഇനിയും സുദീർഘമായ വാക്കുകളൊന്നും ആവശ്യമില്ല എന്ന് അദ്ദേഹം പരോക്ഷമായി നമ്മളോട് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. വളരെ അർത്ഥവത്തായ ഒരു സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ അത് വെറും വാക്കായി മാറുകയില്ല. കാരണം കേരളത്തിൽ ഉടനീളം പല സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ, ഒരു സാഹിത്യോത്സവത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇവിടെ നടന്ന എല്ലാ സംവാദങ്ങളും കേട്ട ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും അത്രമേൽ അർത്ഥവത്തായ ഒരു ദിവസമാണ് നമ്മളിന്ന് പിന്നിട്ടത് എന്ന്. നോവലിനെ സംബന്ധിച്ച്, കഥയെ സംബന്ധിച്ച്, പ്രവാസ സാഹിത്യത്തെ സംബന്ധിച്ച്, മാധ്യമത്തെ സംബന്ധിച്ച്, പെണ്ണെഴുത്തിനെ സംബന്ധിച്ച് ഒക്കെയുള്ള വിവിധ വിഷയങ്ങൾ നമ്മൾ ആഴത്തിൽ സംസാരിച്ചു. സാഹിത്യോത്സവങ്ങളുടെ പ്രസക്തി എന്ത് എന്ന ചോദ്യത്തിലാണ് ഇന്നലെ നമ്മൾ നമ്മുടെ ഉദ്ഘാടന സമ്മേളനം മുന്നോട്ട് വച്ചത്. അത് കേരളത്തിലുടനീളം ധാരാളമായി സംഭവിക്കുന്നു എന്നതിനെ വിമർശനാത്മകമായി കാണുന്ന ആളുകളുമുണ്ട്. പക്ഷെ ഞാനതിനെ വളരെ ഗുണകരമായി കാണും. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന് ഒത്തുകൂടാൻ കഴിയുന്ന തരത്തിലുള്ള സെക്യുലറായ ആഘോഷങ്ങളാണ് ഇവ ഓരോന്നും എന്നതുകൊണ്ട് തന്നെ സാഹിത്യോത്സവങ്ങൾ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന ഉറച്ച ഒരു ബോധ്യമാണ് എനിക്ക് ഉള്ളത്. ഇവിടെയും അത്തരത്തിൽ വളരെ സെക്യുലറായ ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ വന്നു ചേർന്നു എന്നത് വലിയ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ചർച്ചയിലുടനീളം നമ്മൾ മുന്നോട്ട് വച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ കഥയായിരുന്നു, നോവലായിരുന്നു, പ്രവാസമാണ്, മാധ്യമമാണ് എങ്കിൽ പോലും അതിലുടനീളം ഉയർന്നു വന്നത് നമ്മളുടെ സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. നമ്മുടെ ജാതി ചിന്തകൾ വളരുന്നതിനെക്കുറിച്ചും നമ്മുടെ ഇടയിൽ അന്ധവിശ്വാസങ്ങൾ വളരുന്നതിനെക്കുറിച്ചുമുള്ള ചിന്തകളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഉയർന്നു വന്നത്. അത് വളരെ സംവാദാത്മകമായ രീതിയിൽ ഇതിൻ്റെ പങ്കെടുത്ത ഓരോരുത്തരും ഇടപെട്ടു എന്നത് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് കല തുടങ്ങിയ ഈ പരിപാടി ഇനി തുടരാതെ നിങ്ങൾക്ക് നിർവാഹമില്ല എന്ന് സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു ദിവസമാണ്. ഇനിയും കലയുടെ ചരിത്രത്തിൽ വരും വർഷങ്ങളിൽ സാഹിത്യോത്സവങ്ങൾ നിരന്തരമായി നടത്തപ്പെടേണ്ടതുണ്ട് എന്ന് കരുതുകയാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മുതിർന്നവർ വന്ന് പങ്കെടുത്തു പോകുന്നതിനുപരിയായി നിങ്ങളുടെ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് വലിയ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. കേരളത്തിൽ കാണാൻ കഴിയാത്ത ഒന്നാണ്. കേരളത്തിൽ പോയാൽ തലനിരച്ചവർ മാത്രമാണ് സാഹിത്യ സാംസ്കാരിക പരിപാടികൾക്ക് വരുന്നത്. സാഹിത്യോത്സവങ്ങൾക്ക് പക്ഷേ അങ്ങനെയല്ല. കുട്ടികളൊക്കെ, കോളേജ് കുട്ടികളൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്. കാരണം നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള സംസ്കാരത്തിൻ്റെയും കൂടിയിരിപ്പിൻ്റെയും ഭാഗമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപരനെ അറിയുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മൾ ഇതിലൂടെ നിർവഹിക്കുന്നത്. അപരൻ എൻ്റെ ശത്രുവല്ല എന്ന്, അവൻ എൻ്റെ മിത്രമാണ് എന്ന്, അവൻ എന്നെപ്പോലെ ചിന്തയും ബോധ്യവും വിവേചനാധികാരവും സ്വാതന്ത്ര്യവുമുള്ള ഒരാളാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇപ്പോഴേ നിറയ്ക്കേണ്ടത് ഇത്തരം കൂടിയിരിപ്പുകളിലൂടെ തന്നെയാണ്. അതില്ലാതാവുമ്പോഴാണ് പലപ്പോഴും അപരനെ ശത്രുവായി കാണാനുള്ള ഒരു മനസ്ഥിതി നമ്മളുടെ ഉള്ളിൽ അറിയാതെ ഉണ്ടായി വരുന്നത്.
യുവാൽ നോഹ ഹരാരി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ വളർന്നു വന്ന സാഹചര്യങ്ങളാണ് നമ്മൾ അപരനെ ശത്രുവായി കാണാൻ ശീലിച്ചു തുടങ്ങിയത് എന്ന്. നമ്മൾ ഗുഹാവാസികളായിരുന്ന കാലത്ത് നമുക്ക് എല്ലാത്തിനോടും, നമ്മളല്ലാത്ത അപരത്വമായ എല്ലാത്തിനോടും വലിയ ഭയമുണ്ടായിരുന്നു. ഈ ഭയമെന്ന് പറയുന്നത് അവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ മനുഷ്യൻ സൃഷ്ടിച്ചെടുത്തതാണ്. ഈ ഗുഹാവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞുമെങ്കിൽ പോലും ആ ഭയം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്നു എന്നും അതുകൊണ്ടാണ് നമ്മുടെ വേഷത്തിലല്ലാത്ത, നമ്മുടെ രൂപത്തിലല്ലാത്ത, നമ്മുടെ നിറത്തിലല്ലാത്ത ഒരു മനുഷ്യനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചകിതരാവുന്നത് എന്നും അവനെ നമ്മൾ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക്, ഈ ഗുഹാജീവിത ഭീതിയിൽ നിന്ന് നമുക്ക് മറികടക്കണമെങ്കിൽ പരസ്പരം ചേർന്നിരിക്കുക എന്ന് പറയുന്ന ഒന്നിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത്. അപ്പോഴാണ് എൻ്റെ അതേ ചിന്തയുള്ള, എന്നെപ്പോലെ വികാരമുള്ള, എന്നെപ്പോലെ സഹാനുഭൂതിയുള്ള, എന്നെപ്പോലെ നന്മയുള്ള ഒരു ജീവിയാണ് എൻ്റെ അടുത്തിരിക്കുന്നതെന്നും അവൻ തൻ്റെ ശത്രുവല്ല എന്നുമുള്ള ഒരു ബോധ്യമുണ്ടാവുന്നത്. അതാണ് ഇത്തരം പൊതു ഇടങ്ങളുടെ ഏറ്റവും വലിയ പ്രസക്തിയായി ഞാൻ കാണുന്നത്. അവിടേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. കുറേ കാലം മുമ്പ് ഡൽഹിയിലുള്ള ഒരു നേതാവ് പറഞ്ഞത്, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ കുഞ്ഞ് ഇതുവരെ ഒരു മുസ്ലിമുമായി നേരിട്ട് കണ്ടിട്ടില്ല എന്നാണ്. നോക്കൂ, 12ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ 7 5 12 ഏതാണ്ട് 10-17 വയസ്സായ ഒരാൾ ഇതുവരെ ഒരു മുസ്ലിമിനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം വേഷധാരിയെ, അവൻ്റെ രൂപത്തെ, അവൻ്റെ നിഷ്കാര തഴമ്പിനെ, അവൻ്റെ വേഷത്തെ അപരിചിതത്വത്തോടു കൂടി കാണുകയോ ഭയത്തോടു കൂടി കാണുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി സംജാതമാകുന്നു എന്നുള്ളതാണ്. അത് ഏതുതരം മനുഷ്യരെ സംബന്ധിച്ച് നമുക്ക് പറയാവുന്നതാണ്. കറുത്ത ഒരു മനുഷ്യനെ, നമ്മളെപ്പോലെ മുടിചീവാത്ത ഒരു മനുഷ്യനെ, തലയിൽ ജടയുള്ള ഒരു മനുഷ്യനെ, ഭ്രാന്തമായ വേഷം ധരിച്ച ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ അപരിചിതത്വം വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ കൂടിയിരിപ്പുകൾ വളർത്തേണ്ടതുണ്ട്. ഈ കൂടിയിരിപ്പുകളാണ് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ടതാവുന്നത്, സാഹിത്യോത്സവങ്ങളെ അർത്ഥവത്താക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. കലയും സാഹിത്യവും എല്ലാ കാലത്തും മനുഷ്യനിൽ നന്മയുടെ, സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വലിയ പാഠങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ അടുത്തിടയ്ക്ക് അന്തരിച്ച നൊബേൽ സമ്മാന ജേതാവായ മരിയോ വർഗാസ് അയോസ അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാന പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഈ പറഞ്ഞ മുഖാവാസികളായ മനുഷ്യനെ സാംസ്കാരികമായി ഉയർത്തുന്നതിൽ കഥകൾ വഹിച്ച പങ്ക് എത്രയാണ് എന്ന്. മനുഷ്യൻ്റെ ഉള്ളിൽ ധാർമ്മിക ബോധം നിറയ്ക്കുന്നതിൽ, മനുഷ്യൻ്റെ ഉള്ളിൽ നീതിബോധം നിറയ്ക്കുന്നതിൽ, മനുഷ്യൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യബോധം നിറയ്ക്കുന്നതിൽ കഥകൾ വഹിച്ച പങ്ക് എത്ര വലുതായിരുന്നു എന്ന്. വളരെ ബാർബേറിയനായിരുന്ന ഈ ജീവിവർഗത്തെ ഇത്തരത്തിൽ സാംസ്കാരികമായി ഉയർത്തുന്നതിൽ അക്കാലത്തെ നാടോടിക്കഥകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും വലിയ പങ്ക് വഹിച്ചു എന്നും അതാണ് നമ്മളെ ഇത്രയധികം ഉയർത്തുന്നത് എന്നും അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ജനിച്ചു വീണ ഒരു കുഞ്ഞ്, അവനെ അതിൻ്റെ തായ ഇടത്തിൽ ജീവിക്കാൻ വിട്ടാൽ നമ്മൾ ആ പഴയ ഗുഹാജീവിയായി മടങ്ങും. ആ സാംസ്കാരികപരമായ ഔന്നത്യം നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് സാംസ്കാരികമായി ഉയർന്ന പല സമൂഹങ്ങളും വളരെ വേഗം താഴേക്ക് വീണു പോകുന്നത്. ഒരു തലമുറ കഴിയുമ്പോഴേക്കും നിരന്തരമായ അഭ്യാസത്തിലൂടെ, നിരന്തരമായ പരിശ്രമത്തിലൂടെ നടത്തേണ്ട മുന്നോട്ട് നടപ്പ് തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ സ്വാതന്ത്ര്യബോധവും നീതിബോധവും ധാർമ്മിക ബോധവും കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ, നമ്മുടെ മനുഷ്യരുടെ ഉള്ളിൽ നിറയ്ക്കുക എന്ന് പറയുന്നത് ഈ വലിയ ദൗത്യമാണ് കലകളും സാഹിത്യവുമൊക്കെ നിരന്തരം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് കഥകളോട് അടുക്കുവാൻ, കലകളോട് അടുക്കുവാൻ, സംഗീതത്തോട് അടുക്കുവാൻ ഒക്കെയുള്ള വലിയ അവസരങ്ങൾ കല ഒരുക്കുന്നുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷം. വരും വർഷങ്ങളിലും ഇത്തരത്തിൽ മനോഹരമായ സാഹിത്യോത്സവം കൂടുതൽ വിപുലമായി, കൂടുതൽ അതിഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ മനോഹരമായ രീതിയിൽ നടത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിൽ മനോഹരമായ ഒരു ദിനം ഞങ്ങൾക്ക് സമ്മാനിച്ച നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ശരത്ചന്ദ്രനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ മാത്യു ജോസഫ്, ശ്രീ ഹിക്മത്ത്, ശ്രീ അശോകൻ ചെരുവിൽ, ശ്രീ ബെന്യാമിൻ, അതുപോലെ MT സാഹിത്യ പുരസ്കാരം ഈ വേദിയിൽ വെച്ച് ഏറ്റുവാങ്ങുന്ന എഴുത്തുകാരൻ ശ്രീ ജോസഫ് അതിരിങ്കൽ, ഹരിത സാവിത്രി, അതുപോലെ പ്രിയ, കലയുടെ വളരെ സജീവ
സാന്നിധ്യമായി നിൽക്കുന്ന ആളുകളൊക്കെ, സംഘടനാ ഭാരവാഹികളൊക്കെ ഇവിടെ നമ്മൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സദസ്സിലും എല്ലാവരും വളരെ അല്പം റിലാക്സ്ഡാണ്. കാരണം ഇവിടെ പറഞ്ഞ പോലെ ഏതാണ്ട് ഒരു 1.5-2 മാസക്കാലത്തെ ഒരു വലിയ അധ്വാനം ഏറ്റവും മികവോടെ അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിച്ചതിൻ്റെ എല്ലാ ആശ്വാസവും, എന്താ പറയുക, അഭിമാനവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണുകയാണ്. അത് അങ്ങനെ തന്നെ ആസ്വദിച്ച ആളുകളാണ് നേരത്തെ ശ്രീ ബെന്യാമിൻ പറഞ്ഞ പോലെ ഞങ്ങളും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു വലിയ വാർത്തയുടെ ഒരു വലിയ തിരക്ക് പിടിച്ചൊരു സമയമാണ്. ഹിക്മത്ത് വിളിക്കുമ്പോൾ പലതവണയും എനിക്ക് വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞെങ്കിലും സത്യത്തിൽ ഞാനിപ്പോൾ ആലോചിച്ചത് വന്നില്ലായിരുന്നുവെങ്കിൽ അതെൻ്റെ മാത്രം നഷ്ടമാകുമായിരുന്നു എന്നുള്ളതാണ്. അത്ര വലിയ മനസ്സ് നിറഞ്ഞാണ് പറയുന്നത്. കാരണം ഒത്തിരി ആളുകളുമായി വളരെ സ്നേഹത്തോടെ അടുപ്പത്തോടെ സംസാരിക്കാനും ഇവിടുത്തെ ഈ ഓരോ സെഷനും അത്ര ഗംഭീരമായി, അതിൻ്റെ ഉള്ളടക്കം അത്ര മികവുള്ളതായിരുന്നു. ഇവിടെ വന്ന് സംസാരിക്കുന്നവരൊക്കെ അവരുടേതായ മേഖലകളിലൊക്കെ എത്രയോ കാലത്തെ പരിചയമുള്ള മനുഷ്യരാണ്. പക്ഷേ എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചത് ഇന്ന് രാവിലെ ഓരോ സെഷനിലും പങ്കാളികളായവരാണ്. അവർ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇതുപോലത്തെ നിരവധി പല രാജ്യങ്ങളിലും പല സ്ഥലത്തുമൊക്കെ ഇങ്ങനെയൊക്കെ പോയി സംസാരിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാളാണ് ഞാനും. അപ്പോൾ ആ ഈ ഡെലിഗേറ്റ്സ് വളരെ ഗംഭീരമായി കേൾക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇവിടുന്ന് മോഡറേറ്റർമാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഈ സമയത്തിനകത്ത് നിർത്താനും ഈ ചോദ്യങ്ങളെ ചുരുക്കിയെടുക്കാനും ഒക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി, കുറച്ച് അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നിരന്തരം അനുഭവിക്കുന്നതാണല്ലോ. 1 മണിക്കൂറിനകത്ത് 4 ബ്രേക്ക് കൊടുക്കണം. ഇതിനകത്ത് വേണ്ടതൊക്കെ നമുക്ക് വേണം, നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ എഡിറ്റോറിയലിയൊക്കെ, അതെത്തിക്കണം. അപ്പോൾ ഇതെല്ലാം നടത്തുമ്പോൾ ഇതൊന്നും ചെയ്യാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് അവിടെ ഇരുന്ന് കൊള്ളാം, അയ്യോ ഇങ്ങനെ കഷ്ടപ്പെടുന്ന മോഡറേറ്റർമാർ എന്നെ അല്പം ആശ്വസിപ്പിച്ചു, എന്നെ സന്തോഷിപ്പിച്ചു എന്നുള്ളൊരു കാര്യം. ഉള്ളടക്കം കൊണ്ട് ഗംഭീരമായിരുന്നു. ചോദ്യങ്ങൾ കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഓരോ സെഷനും വളരെ മികവോടെ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ള പ്രത്യേക കാര്യം. ഇടവേളകളില്ലായിരുന്നു എന്നുള്ളത്, ഇടവേളകളുടെ ലോകത്ത് പ്രൊഫഷണലായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഞാനത് ഹിക്മത്തിനോട് പലതവണ ചോദിച്ചു. അപ്പോൾ ഉച്ചഭക്ഷണത്തിനൊന്നും ഇടവേളയില്ല, ഒരിടവേളയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അതാണ് നല്ലത്. കാരണം അങ്ങനെ തന്നെ പോകുമ്പോൾ കഴിക്കേണ്ടവർക്ക്, നമ്മുടെ പാർലമെൻറ്റ് അങ്ങനെയാണ് ചേരുന്നത്, ഇടവേളയില്ല, നിയമസഭയ്ക്ക് ഇടവേളയില്ല. രാവിലെ തുടങ്ങിയാൽ 9 മണിക്ക് തുടങ്ങിയാൽ പാതിരാത്രി വരെ നിയമസഭയൊക്കെ കേരളത്തിൽ ചേരുന്നൊരു സമയമുണ്ട്. അത് നമ്മൾ അറിയത്തില്ല. നിയമസഭ പിരിയുന്നത് മാത്രം എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു സമൂഹമാണ് നമ്മുടേത്. അതിലേറെ സഭ ചേർന്ന് ഇന്ത്യയിലെ തന്നെ നിയമസഭകളിൽ ഏറ്റവും അധികം ദിവസം ചേരുന്ന നിയമസഭ എന്ന് പറയുന്നത് കേരള നിയമസഭയാണ്. ചിലപ്പോൾ രാവിലെ ഈ 9 മണിക്കൊക്കെ കയറിയാൽ അവർ ഈ കഴിഞ്ഞ സെഷനിലൊക്കെ നിരന്തരം ഈ സെഷനിൽ നമ്മൾ കാണുന്നതാണ്. രാത്രി 8 മണി 9 മണി ഒക്കെ ആയിട്ടാണ് പിരിയുന്നത്. വലിയ ചർച്ചകൾ കാര്യമായി നടക്കാൻ. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് കലയും ഈ സാഹിത്യോത്സവം മുന്നോട്ട് കൊണ്ടുപോയത്. ഇടവേളകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി. അത് നന്നായി. എനിക്ക് തോന്നിയൊരു കാര്യം, അവസാനം അതൊരു മികച്ച കലാപ്രകടനത്തോടെ, അല്ലെങ്കിൽ മലയാള കവിതയുടെ വളർച്ചയെ അതിൻ്റെ ഏറ്റവും മികച്ച സെലക്ഷനുകളിലൂടെ അതിലേറെ മികവോടെ അത് ഈ വേദിയിലെത്തിച്ച അതിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം, പലപ്പോഴും അത് ഉള്ളിലേക്ക് നമ്മളെ വല്ലാതെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള സെലക്ഷൻസ് തന്നെയായിരുന്നു. ഈ വേദിയിലെത്തിയവരെല്ലാം അതിനെ അതിഗംഭീരമായി തന്നെ, കവിതകൾ നമുക്കറിയാവുന്ന കവിതകളാണ്, അതിനെ അത്ര മികവോടെ തന്നെ, ഇല്ലെങ്കിൽ നമുക്കത് വേഗം തിരിച്ചറിയും. കാരണം നമുക്കത്ര ഹൃദ്യമായ പ്രിയപ്പെട്ട കവിതകളെയൊക്കെ അങ്ങനെ ആയിപ്പോയാൽ, പക്ഷെ അത് നല്ല നിലയ്ക്ക് നല്ല റിഹേഴ്സലോടുകൂടി നല്ല നിലയിൽ ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയതിൻ്റെ ഒരു തികവുണ്ടല്ലോ, അതും വളരെ വലിയ തോതിൽ ആസ്വദിച്ചു എന്നുള്ളതാണ് വലിയ സന്തോഷമായി അതേക്കുറിച്ചും പറയാനുള്ളത്. എല്ലാ മേഖലകളിലും വളരെ സമഗ്രമായ ഒരു സംഘാടനത്തിൻ്റെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഈ സംഘടനയുടെ വലിയൊരു വ്യത്യാസം തന്നെ, വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതൊരു സംഘടനയ്ക്കപ്പുറം വളരെ പ്രബുദ്ധമായൊരു സമൂഹമാണ്, ഒരു നാട് തന്നെയാണ് കലാ കുവൈറ്റ് എന്ന് പറയുന്നത് പോലെ. നാട്ടിലൊക്കെ നമ്മൾ ഒരുപാട് പരിപാടികൾ കാണുന്നതാണ്, പക്ഷേ അതിലൊന്നും കിട്ടാത്ത തരത്തിൽ പലപ്പോഴും ന്യൂനതകൾ നമുക്ക് എണ്ണി പറയാൻ പറ്റും. പക്ഷേ ആ ന്യൂനതകളൊന്നും പറയാനില്ലാതെ വളരെ മികവോടെ മുന്നോട്ട് കൊണ്ടുപോയ അതിൽ പങ്കാളിയായി നിന്നതിൻ്റെ ഒരു അനുഭവം. അതുകൊണ്ടാണ് ഞാൻ സാധാരണ ഇതൊക്കെ പറയുന്ന അത്യാവശ്യം പിശുക്കുള്ള ഒരാളാണ് ഞാൻ. ഇന്ന് പക്ഷേ പിശുക്കില്ലാതെ, ഇന്നലെ ഹിക്മത്ത് എന്നോട് കുറച്ചുകൂടി സംസാരിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മുമ്പ് ഹിക്മത്തിനോട് നിങ്ങളല്ലേ പറഞ്ഞ 9 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണം പറഞ്ഞതാണ് 9 മണി. അപ്പം ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ ഏതാണ്ട് ഒരു 8:50 ആയിരുന്നു. അപ്പോൾ 9 മണി റൗണ്ട് ചെയ്ത് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ സെഷനിൽ മാധ്യമ ലോകവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഇഷ്ടപ്പെട്ടു എന്ന വിചാരത്തോടെ തന്നെ, ഇഷ്ടപ്പെട്ടില്ല എന്ന വിചാരം എൻ്റെ ഉള്ളിലില്ല. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു, പലതും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിചാരത്തോടെ, വിശ്വാസത്തോടെയാണ് മടങ്ങുന്നത്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈ അവാർഡ് ജേതാവിന്
MTയുടെ നാമധേയത്തിലുള്ള സാഹിത്യ പുരസ്കാരം പ്രവാസികളുടെ ഈ മണ്ണിൽ നിന്ന് ആദ്യമായി നൽകുന്നു എന്നുള്ളതാണ്. അതുപോലെ KKLF അടുത്ത പതിപ്പുകളിലേക്ക് ഉറപ്പായും പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിത് ഇന്നലെ ഉദ്ഘാടനത്തിൻ്റെ ആ വേദിയിൽ തന്നെ, ആ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, വളരെ ഗംഭീരമായ 2 പ്രഭാഷണങ്ങളോടെ ഈ സാഹിത്യോത്സവം ഇപ്പോൾ തന്നെ ഒരു മികവിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് ഇന്നലത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു. അതിനെ പൂർണ്ണമായും മുന്നോട്ട് കൊണ്ടുപോകാൻ അക്ഷരാർത്ഥത്തിൽ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് കഴിഞ്ഞിരിക്കുകയാണ്. MT സാറിൻ്റെ നാമധേയത്തിലുള്ള സാഹിത്യ പുരസ്കാരം വാങ്ങുമ്പോൾ ശ്രീ ബെന്യാമിൻ പറഞ്ഞതുപോലെ ഈ സാഹിത്യോത്സവങ്ങൾ മതേതര കൂടിച്ചേരലുകളായി ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് വളരെ പ്രധാനമാണ്. എൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. എനിക്ക് ഒരുപാട് കാലത്തെ മാധ്യമപ്രവർത്തനത്തിൽ ഒട്ടേറെ ആളുകളോട് സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വ്യത്യസ്തമായി എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന ഒരു അഭിമുഖം എന്ന് പറയുന്നത് MT സാറിനെ ഇൻ്റർവ്യൂ ചെയ്തതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം വളരെ കാര്യമായി ദീർഘനേരം സംസാരിച്ച ഏതാണ്ടൊരു അവസാന അഭിമുഖം ചെയ്തത് ഞാനാണ് എന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഉണ്ടായത്. അന്ന് നമ്മൾക്ക് ഈ ടെലിവിഷനിൽ പരിപാടി ചെയ്യാൻ ഒരു 20 മിനിറ്റൊക്കെ കിട്ടിയാൽ മതി. MT സാറിൻ്റെ ഒരു സ്വഭാവം അറിയാമല്ലോ, വളരെ കർക്കശമാണ്, വളരെ കുറച്ച് മാത്രം മിണ്ടും. ഒരുപാട് കാലം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പരിപാടികൾക്കൊന്നും വരാതിരുന്നു. അന്ന് ഒരാൾ വഴി ഇങ്ങനെ വന്ന് കാണും എന്ന് പറഞ്ഞപ്പോൾ ഒരു മൂളലും ശരി എന്ന് പറഞ്ഞു. ഞാനങ്ങനെ കോഴിക്കോട്ടെ വീട്ടിൽ ചെല്ലുകയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹമില്ല, അദ്ദേഹം മിഠായി തെരുവിലേക്ക് പോയിരിക്കുകയാണ്. വളരെ കുറച്ച് പരിപാടികളൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. അന്ന് മിഠായി തെരുവ് നവീകരിച്ചിട്ട് SKയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ കഥാപാത്രങ്ങളെ അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിന് കാണാൻ വേണ്ടി അദ്ദേഹം പോയിട്ട് മടങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ കാത്തിരിക്കുന്നു. അദ്ദേഹം വന്നു. സത്യത്തിൽ എന്നെ സംബന്ധിച്ച് സാഹിത്യകാരൻ മാത്രമല്ല, ഞാൻ ഏറെ ആദരിക്കുന്ന ആരാധിക്കുന്ന പത്രാധിപർ കൂടിയാണ്. ഇത്ര തിരക്ക് പിടിച്ചൊരു സാഹിത്യകാരൻ അതിനിടയിലും വളരെ ചിട്ടയോടെ പത്രാധിപരായി മാതൃഭൂമിയിലിരുന്ന് ജോലി ചെയ്ത ഒരു അനുഭവമുണ്ട്. മാതൃഭൂമി ഇതിൽ മാത്രമല്ല പത്രത്തിൻ്റെയും ഭാഗമായി അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വലിയ പത്രാധിപർ കൂടിയാണ്. അപ്പം ഞാൻ ചെന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞു, തിരുവനന്തപുരത്തേക്ക് വരണം എന്ന് പറഞ്ഞു. ആരോഗ്യം പ്രശ്നമാണ്, എങ്കിലും വരാം. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു, ഒരുപാട് കാലമായി വന്നിട്ട്, ശരി എന്ന് പറഞ്ഞു. ആ പരിപാടിയിലേക്ക് അദ്ദേഹം വരാമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയെ പോയി കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് സന്തോഷമായി, അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. ഞാൻ ശ്രീ മധുവിനെ, നമ്മുടെ പ്രിയങ്കരനായ ബഹുമാന്യനായ ശ്രീ മധുവിനെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹവും ഇങ്ങനെ പരിപാടികളൊക്കെ കുറച്ച് വീട്ടിലിരിക്കുകയാണ്. MT സാറ് വരുന്നുണ്ട് എന്ന ആണോ, എങ്കിൽ വരാം എന്ന് പറഞ്ഞു. അദ്ദേഹവും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരുപാട് കാലത്തിന് ശേഷമുള്ള ഒരു വേദിയായി അത് മാറി. ഇവരൊന്നിച്ച് സിനിമയുടെ എത്രയോ കാലങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. ഞാനത് പറയാൻ കാര്യം, പിന്നീട് മറ്റൊരു ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, പത്രാധിപർ, എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു അദ്ദേഹത്തെ ഒന്ന് കൊണ്ടുവരാൻ, പക്ഷേ അദ്ദേഹം വരാൻ തയ്യാറായില്ല. പല കാരണങ്ങളും ഉണ്ടാകും, വേറെ എതിർപ്പുകൊണ്ടൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉത്തരം അജ്ഞാതമാണ്, എന്താണ് കാരണമെന്ന് എനിക്കും അറിയില്ല. പക്ഷേ സാറിനെ കണ്ടപ്പോൾ സാറ് സമ്മതിച്ചു, സാറ് വന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പിന്നെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാന്നുള്ളതാണ്. ഏതു നേരവും കയ്യിലൊരു, ആ പ്രായത്തിലും അല്ലെങ്കിൽ മരണം വരെയും ബീഡിയുമായി, ഞാൻ ഇപ്പോൾ ചോദിച്ചു, ഇത് ഈ ബീഡി ഇത് ഏത് ദിനേശ് ബീഡിയൊക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അത് കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന ഗണേഷ് ബീഡിയാണ് അദ്ദേഹം വലിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം ഓരോ ബീഡി സമ്മാനമായി ചോദിച്ചപ്പോൾ ഓരോ ബീഡി തന്നു. വലിക്കാനല്ല കേട്ടോ, അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയൊക്കെ ഒരു പരിചയമൊക്കെ ഉണ്ടാക്കിയിട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ശകലം നേരം നാളെ ഒന്ന് സംസാരിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് മൂളി. അപ്പോൾ അത്രയും ആശ്വാസം. ഇത് രാത്രി 12 മണിയോട് അടുപ്പിച്ചാണ്. പിറ്റേന്ന് രാവിലെ ഞാൻ ചെല്ലുന്നു. വേഗം തന്നെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അദ്ദേഹം നോ പറയുന്നതിന് മുമ്പ് ഒരു 20 മിനിറ്റ്, ഞാൻ ആദ്യം പറഞ്ഞ 20 മിനിറ്റിൽ എനിക്ക് എത്തിക്കണം, എങ്കിലേ ഒരു പ്രോഗ്രാം കൊടുക്കാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയ അദ്ദേഹം വളരെ ആഴത്തിൽ അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാനിങ്ങനെ കൗതുകത്തോടെ കേട്ടിരുന്നു. ഇത് നിർത്താൻ എനിക്ക് പറ്റുന്നില്ല, നിർത്താനൊട്ട് അദ്ദേഹം പറയുന്നുമില്ല. അങ്ങനെ സഞ്ചരിച്ച് വർത്തമാനം പറഞ്ഞ് അദ്ദേഹം അന്ന് പറഞ്ഞു, ഈ കാലത്താണെങ്കിൽ നിർമാല്യം എനിക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല, എനിക്ക് വലിയ ആശങ്കകളുണ്ട്, ചെയ്യാൻ കഴിയും. നമ്മളെപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. സാർ ഇങ്ങനെ പറയുന്നത് ഞാനിങ്ങനെ നേരിട്ട് കേട്ടിരുന്നു. അങ്ങനെ അദ്ദേഹം സാഹിത്യത്തെക്കുറിച്ച് പറയുന്നതിനപ്പുറം നാട് വർഗീയതയിലേക്ക് വല്ലാതെ ആഴ്ന്നു പോകുന്നതിൽ ആകുലപ്പെടുന്ന MT സാറിനെയാണ് ഞാനന്ന് കണ്ടത്. അപ്പോൾ സാറ് ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്രമാത്രം ശ്രദ്ധാലുവാണ്, പരസ്യമായി എത്രമാത്രം പറയുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ എപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അദ്ദേഹം വളരെ ശക്തമായി ഇങ്ങനെ വർഗീയതയ്ക്കെതിരായ ഒരു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അങ്ങനെ അതിഗംഭീരമായി അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഒടുവിൽ ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായമൊക്കെ പരിഗണിച്ച് എന്നാൽ നമുക്ക് നിർത്താം അല്ലേ സാർ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ
അത് ആ കാലത്ത് വലിയ ചർച്ചയായി. അന്നത്തെ ഒരു ഉദാഹരണം കൂടിയുണ്ട്. അന്ന് ഒരു പരിപാടിയിൽ വെച്ച് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇനി പഠിപ്പിക്കേണ്ട എന്ന് പറയുന്ന ഒരു ദിവസത്തിൻ്റെ തുടർച്ചയിലാണ്. അപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാലൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ കവിയൊന്നും അല്ലെങ്കിലും എൻ്റെ ഗദ്യവും പഠിപ്പിക്കേണ്ട. കാരണം പഠിപ്പിക്കുന്നതിൽ മലയാളം അധ്യാപകർ കാട്ടേണ്ട ജാഗ്രതയെക്കുറിച്ചും ഭാഷാപരമായ ജാഗ്രതയില്ലായ്മയെക്കുറിച്ചുമൊക്കെയാണ് അദ്ദേഹം സംസാരിച്ചത്. അന്ന് അത് വലിയ വാർത്തയായിട്ടൊക്കെ വരുന്ന നിലയുണ്ടായി. പക്ഷേ അങ്ങനെ സംസാരിച്ചു പോയി. പിന്നീട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ പല കോണിൽ നിന്ന് അദ്ദേഹം വർഗീയതയ്ക്കെതിരെ ശക്തമായി സംസാരിച്ചിട്ടുണ്ടോ, എവിടെയോ ചില സംശയങ്ങൾ ഉള്ളതുപോലെയൊക്കെ പല മനുഷ്യരും സംസാരിക്കുന്നത് പലയിടത്തും കണ്ടു. ഊഹങ്ങൾ വെച്ച ആളുകൾ പറയുന്നു, മുൻപ് പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഞാൻ ആ ദീർഘമായ അഭിമുഖത്തിൻ്റെ വളരെ ചെറിയ ചുരുക്കം ചില മിനിറ്റുകൾ കട്ട് ചെയ്ത് ഒന്നും പറയാതെ പോസ്റ്റ് ചെയ്തു. അത് പിന്നീട് ഒരുപാട് ആളുകൾ അതേക്കുറിച്ച് എഴുതുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ വാചകം, കട്ട് ചെയ്ത് കൊടുത്ത ചെറുതിലെ ആദ്യത്തെ വാചകം വംശശുദ്ധീകരണമാണ്. നമ്മൾ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ MT സാർ പറഞ്ഞത് വംശശുദ്ധീകരണമാണ്. അത് എങ്ങനെ ശരിയാകും? നമ്മൾ മാത്രം വംശശുദ്ധീകരണത്തിൻ്റെ ഒരു വിപുലമായ തലം, രാഷ്ട്രീയ തലം, നമ്മൾ ഹിറ്റ്ലറിലേക്ക് നമ്മൾ വേഗം പോകും. അതാണ് ഈ നാട്ടിലും നടന്നു വരുന്നത്. നമ്മൾ മാത്രമാവണം എന്നതിലേക്കുള്ള ഒരു വലിയ ചിന്തയിൽ കുറേ ആളുകൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ നമുക്ക് തിരുത്തിക്കാനാവണം, അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവണം. അതിനുള്ള പരിശ്രമമാണ് വേണ്ടത്. എന്നെപ്പോലെയുള്ളവരുടെ കൈകളിലുള്ളത് കുറച്ച് വാക്കുകൾ മാത്രമാണ് എന്ന് മലയാളത്തിൻ്റെ MT സാർ പറയുമ്പോൾ എത്രമാത്രം തീവ്രവും ദൃഢവുമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയവും. ഭാവി തലമുറകൾക്ക് വേണ്ടി, ഭാവി കാലത്തിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകളാണ്. അത്രമാത്രം. ഞാൻ ആകെ കൂട്ടിച്ചേർത്തൊന്ന് മാത്രം, മരണമില്ലാത്ത MT എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ആ അനുഭവം ഞാനിവിടെ ഓർക്കാൻ കാര്യം, അതിന് അവസരമൊരുക്കിയത് കലാ കുവൈറ്റാണ്, ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. പ്രവാസികൾ ആദ്യമായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ഒരു സാഹിത്യ പുരസ്കാരം കൊടുക്കുന്ന വേദിയിൽ ഇന്നിപ്പോൾ ശ്രീ ജോസഫ് അതിരുങ്കല പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ അദ്ദേഹത്തെ ഞാൻ എൻ്റേതായ ഒരു കാഴ്ചയിൽ നിന്നും അനുഭവത്തിൽ നിന്നുകൂടി നിങ്ങൾക്ക് മുമ്പാകെ പങ്കുവച്ചു എന്നേ ഉള്ളൂ. ഇനിയും മികവോടെ KKLF മുന്നോട്ട് പോകട്ടെ. മലയാളത്തിൻ്റെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളിൽ ഏറ്റവും ഉള്ളടക്കം കൊണ്ട് ദൃഢമായ മികവുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ ഏത് എന്ന് ചോദിക്കുന്ന ഒരു കാലത്ത് തുടർന്നങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിലൊന്നായി KKLF ഉണ്ടാകട്ടെ. നിശ്ചയമായും ഉണ്ടാകും എന്ന ഉത്തമ വിശ്വാസത്തോടെ കലയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും എല്ലാ ആശംസകളും നേരുകയാണ്. എനിക്ക് ഇന്നിതിൻ്റെ സംഘാടകരെ പലരെയും കണ്ടപ്പോൾ തോന്നി, നിങ്ങളൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ വളരെ മികച്ച പൊതുപ്രവർത്തകരാകുമായിരുന്നു എന്ന് പലരെക്കുറിച്ചും തോന്നുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പേരെടുത്ത് ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല, പക്ഷേ മികച്ച സംഘാടകരും മികച്ച പൊതുപ്രവർത്തകരാകാൻ പൊട്ടൻഷ്യൽ ഉള്ളവരുമാണ് ഈ സംഘടനയ്ക്കകത്തുള്ളത്. അതിൻ്റെ ഒരു മികവ് ഈ സംഘടനയ്ക്കുണ്ട്. അത് അടുത്തു നിന്ന് മനസ്സിലാക്കിയതിൻ്റെ സന്തോഷം മാത്രം പങ്കുവെച്ച് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട അതിഥി പ്രിയ വിജയൻ നമുക്ക് വേണ്ടി 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. രാവിലെ എൻ്റെ സെഷൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ എത്താൻ സാധിക്കാത്തതിൽ ഉള്ള സങ്കടം കൂടിക്കൂടി വരുന്നു. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷം തോന്നുന്ന കാര്യം, ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കലയുടെ സംഘാടകരിൽ ഒരാളായ സഖാവ് ജ്യോതിഷ്, ഇവിടെ എത്തിയതിന് ശേഷം സഖാവ് ഹിക്മത്ത് ഒക്കെ എന്നോട് സംസാരിച്ചപ്പോൾ കലാ കുവൈറ്റ് എന്ന് പറയുന്ന സംഘടനയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പല മേഖലയിൽ നിന്നുള്ള പല ജീവിത സാഹചര്യങ്ങൾ നയിക്കുന്ന, പല ജോലി ചെയ്യുന്ന ഒരു സാംസ്കാരിക സംഘടനയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കല എനിക്ക് പുതിയതല്ല, എനിക്കറിയുന്ന സംഘടനയാണ്. പക്ഷെ എനിക്ക് രാവിലെ മുതൽ ഞാനിവിടെ ഉണ്ട്. പല 2 സെഷനിലെ എൻ്റെ സെഷനും മറ്റുള്ള പല സെഷനും ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഈ വ്യത്യാസം കാണാൻ സാധിക്കുന്നില്ല. എവിടെയാണ് വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന മനുഷ്യരെന്നോ വ്യത്യസ്തരെന്നോ മനസ്സിലാക്കാത്ത, യൂണിറ്റി എന്ന വാക്കിന് എല്ലാ തരത്തിലും അർത്ഥം പറഞ്ഞു തരുന്ന, കാട്ടിത്തരുന്ന ഒരു സംഘടനയാണ് കല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അഭിവാദ്യങ്ങൾ. ഞാനൊരു നല്ല പ്രാസംഗികയോ ഞാനൊരു ആവേശമുണർത്തുന്ന പ്രസംഗം ചെയ്യാൻ അശോകൻ സാറിനെ പോലെയോ ബെന്യാമിൻ സാറിനെ പോലെയോ കഴിവുള്ള, അല്ലെങ്കിൽ ആളുകളെ
വളരെ ചിന്തിപ്പിക്കാനും അവരിൽ നിന്നും ഇമ്പൾസീവായിട്ടുള്ള റെസ്പോൺസ് എടുക്കാൻ ശരത്തേട്ടൻ്റെ പോലെ കഴിവുള്ളൊരു ആളൊന്നുമല്ല. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു ഗവേഷക മാത്രമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രതികരണങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അറിയില്ല, ഡിപ്ലോമാറ്റിക്കായിട്ട് പറയാനോ സാധിക്കില്ല. ഞാൻ വെറും പച്ചയായൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എന്നാൽ കഴിയും വിധം സത്യസന്ധമായ ഉത്തരങ്ങൾ തരാൻ മാത്രമേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഇന്നിവിടെ വന്നില്ലായിരുന്നെങ്കിൽ അശോകൻ സർ, ബെന്യാമൻ സർ, ഇവർ രണ്ടുപേരും എനിക്ക് എൻ്റെ ഗുരുസ്ഥാനീയരാണ്. ഒരാൾ വളരെ കർക്കശക്കാരനായ ഗുരുവും ചിരിക്കുക, തലയാട്ടുക എന്നുള്ള രീതിയിൽ മാത്രം നമ്മളോട് സംവദിക്കുന്ന ഗുരുവാണെങ്കിൽ, ഏറ്റവും അടുത്ത കൂട്ടുകാരനെ പോലെയുള്ള ഗുരുവാണ് ബെന്യാമൻ സർ. പക്ഷേ ഇന്ന് ഞാൻ വളരെ 10-20 മിനിറ്റ് സംസാരിച്ചതിൽ നിന്നും വളരെ അടുത്ത ഒരു സുഹൃത്തായി മാറിയ ആളാണ് ശരത്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് MT സാർ അവസാന കാലങ്ങളിൽ ഇൻ്റർവ്യൂവിന് ഉത്തരം കൊടുത്തതെന്നും ആ ഇൻ്റർവ്യൂ സമ്മതിച്ചതെന്നും എനിക്ക് മനസ്സിലാകുന്നു. അതുപോലെ തന്നെ ഹരിത. സമാനമായി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കലയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഇവരെക്കാളൊക്കെ എനിക്ക് മനസ്സിന് സന്തോഷം തോന്നുന്നത് ഇവിടെ കാവ്യസന്ധ്യയ്ക്ക് വന്ന എല്ലാ മനുഷ്യരോടുമാണ്. അവർ എന്തൊരു ഭംഗിയായിട്ടാണ് അവർ 2 ആഴ്ച കൊണ്ടത് അവതരിപ്പിച്ചത്. ആ 2 കുട്ടികൾ, വയലോപ്പള്ളിയുടെ മാമ്പഴത്തിന് വള്ളി നിക്കറിട്ട് വന്ന ആ ഒരു കുട്ടിയും സുഗതകുമാരി ടീച്ചറുടെ കവിത അവതരിപ്പിച്ചപ്പോൾ വന്ന ആ മോളും എന്ത് ഭംഗിയായിട്ടാണ് ആ കുട്ടികൾ അവതരിപ്പിച്ചത്. ആ കുട്ടികൾക്കാണ് ഇന്നത്തെ എൻ്റെ മനസ്സിലെ അവാർഡ്. പിന്നീട് പറയാനുള്ളത്, വളരെ വെൽ ഓർഗനൈസ്ഡ് ആയ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു സയൻസ് റിലേറ്റഡ് കോൺക്ലേവോ അല്ലെങ്കിൽ ഒരു സെമിനാർ സെഷനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷേ ഈ സർഗാത്മകമായ സംവാദങ്ങളിൽ സമയം എന്ന് പറയുന്നത് കഴിയുന്നത്ര എത്ര നമ്മൾ ശ്രമിച്ചാലും നമുക്ക് അത് സാധിക്കാറില്ല. പല സ്ഥലങ്ങളിലും അതിൽ സാധിക്കാറില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുന്നു തോന്നുന്നു. പക്ഷെ അത് ഒരിക്കലും നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തതിന് അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കിയതിന് എ ബിഗ് സല്യൂട്ട്. പിന്നീട് ഇന്ന് അവാർഡിന് അർഹരായ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു MT സാറിൻ്റെ പേരിലുള്ള പുരസ്കാരം കിട്ടിയിരിക്കുന്നത് ജോസഫ് അതിരിങ്കൽ സാറിന് എല്ലാവിധ ആശംസകളും. ഞാനും കൊടുത്തിരുന്നു. എനിക്കറിയില്ല എത്ര പേര് ഇത് പറയാൻ ഒരു ഇതുണ്ടാവുമെന്ന്. ഞാനും അയച്ചിരുന്നു. പക്ഷെ എൻ്റെ 2 ഗുരുക്കന്മാരൊക്കെയാണ്, അവരൊക്കെയാണതും. പക്ഷെ ഒരു രക്ഷയില്ല, നമ്മളെയൊന്നും പരിഗണിച്ചില്ല. പിന്നീട് പറയാനുള്ളത്, ഇന്ന് MT സാറിൻ്റെ പേരുള്ള പുരസ്കാരങ്ങൾ മാത്രമല്ല, ചെറുകഥ പല കാറ്റഗറി അവാർഡുകളും ഇന്നിവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വിജയികൾക്കും ആശംസകൾ. നാളെ നിങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ സ്വപ്നം കാണുന്നു. എല്ലാവിധ ആശംസകളും ഈ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും, എന്നെ കേട്ട എല്ലാ മനുഷ്യർക്കും, ഈ പരിപാടി ഇത്രയും വലിയ വിജയമാക്കിയ എല്ലാ മനുഷ്യർക്കും, കലയുടെ പേരിലും, കല എൻ്റെ കൂടെ സംഘടനയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, കലയുടെ പേരിലും എൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും നന്ദി. അടുത്തതായി ഈ സമാപന സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി ഹരിത സാവിത്രിയോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പല സാഹിത്യ മാമാങ്കങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ഇതിനു മുൻപ്. സ്വന്തം ജോലി ചെയ്യുന്നത് പോലെ സെഷൻസ് അറ്റൻഡ് ചെയ്യുക, സംസാരിക്കാനുള്ളത് സംസാരിക്കുക, തിരിച്ചു വരിക. പക്ഷേ
ഹൃദയം കൊണ്ട് ആദ്യമായിട്ടാണ് ഒരു മേളയിൽ ഇതുപോലെ പങ്കെടുക്കുന്നത്. എനിക്ക് ഈ മേളയെ വിശേഷിപ്പിക്കുമ്പോൾ ധാരാളം ആശ്ചര്യചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. എന്തൊരു നേതൃത്വ പാടവം, എന്തൊരു സംഘാടനം, എന്തൊരു കൂട്ടായ്മ, എന്തൊരു ഒത്തൊരുമ, പറയാതിരിക്കാൻ കഴിയില്ല. ഓരോരുത്തരുടെയും കഴിവുകൾ പുറത്തെടുപ്പിക്കുന്ന തരത്തിൽ ഉള്ള ഒരു സംഘാടന രീതി, കൃത്യമായ സമയനിഷ്ഠ, നിങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇനിയും ഒരുപാട് മേളകൾ ഇതുപോലെ നിങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ കല വെറുമൊരു സാംസ്കാരിക സംഘടന മാത്രമല്ല എന്നെനിക്ക് ഈ 2 ദിവസം കൊണ്ട് മനസ്സിലായി. ഈ സംഘാടകരുടെ ഫോണുകളിലേക്ക് വരുന്ന ഫോൺ കോൾസ്, അവർ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രീതി, അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത് എത്രമാത്രം കുവൈറ്റിൻ്റെ ജീവിതത്തിൽ ഈ സംഘടന സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിവിടെ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടതിൽ നിന്ന് പറയുകയാണ്. നമ്മുടെ ലോകം അതിവേഗം പുരോഗതിയിലേക്ക് ചലിക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. ഇതുപോലെയുള്ള സംഘടനകൾ ആ പ്രയാണത്തിന് ആക്കം കൂട്ടുന്നു, സഹായിക്കുന്നു. പക്ഷേ കാലം വളരെ മോശമാണ്. വർഗീയതയുടെയും വിഭാഗീയതയുടെയും വിത്തുകൾ പാകാൻ പലരും ഒളിച്ചും പാത്തും നിൽക്കുന്നുണ്ട്. അവർ വചനങ്ങളായും ആചാരങ്ങളായും ഇതുപോലെയുള്ള സംഘടനകൾ കടന്നുകൂടുകയും സംഘടനകളുടെ ലക്ഷ്യങ്ങളെയും ഉദ്ദേശങ്ങളെയും തകർത്ത് കളഞ്ഞ് തങ്ങളുടെ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ കലയിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ അവാർഡ് നേടിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങളെയൊക്കെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വേദിയിൽ MT സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങാണ്. 50,000 രൂപയും പ്രശസ്തി പത്രവും മൊമെൻറ്റോയും അടങ്ങിയതാണ് അവാർഡ്. ആദ്യമായി പ്രശസ്തി പത്രം അവതരിപ്പിക്കുന്നതിനായി കലയുടെ വൈസ് പ്രസിഡന്റ് PV പ്രവീണിനോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ജോസഫ് അതിരങ്കൽ, മിയ കുൽപ്പ, ജോസഫ് അതിരങ്കലിൻ്റെ കഥകൾ, പാവികളുടെ പട്ടണം, ഇണയന്ത്രം, പുലിയും പെൺകുട്ടിയും, പ്രതീക്ഷയുടെ പെരുവഴികൾ എന്നീ കൃതികളുടെ രചയിതാവ്, എഴുത്തുകാരൻ, പ്രഭാഷകൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ഇദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2.5 പതിറ്റാണ്ടായി റിയാദിലെ പ്രവാസ ജീവിതം നയിക്കുന്ന ശ്രീ ജോസഫ് അതിരങ്കൽ പത്തനംതിട്ടയിലെ അതിരങ്കലിലാണ് ജനിച്ചത്. എല്ലാം കമ്പോളവൽക്കരിക്കപ്പെട്ട് ലാഭം അത്യന്തികമായി ഒരു ലക്ഷ്യമാകുന്ന ഈ വർത്തമാനകാലത്ത് മനുഷ്യരിൽ പ്രണയം തന്നെ ഇല്ലാതായി പോകുന്ന ദുരന്തത്തെ വളരെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഗ്രിഗർ സാംസിയുടെ കാമുകി എന്ന കഥാസമാഹാരത്തിനാണ് MT പുരസ്കാരത്തിന് യോഗ്യത നേടിയത്. കേരള ആർട്ട് ലവ് അസോസിയേഷൻ കലാകുവൈറ്റ് സംഘടിപ്പിക്കുന്ന കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KKLF-നോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ട മലയാളത്തിൻ്റെ സാഹിത്യ കുലപതി MT വാസുദേവൻ നായരുടെ പേരിലുള്ള സാഹിത്യ പുരസ്കാരം ലഭിച്ച ശ്രീ ജോസഫ് അതിരങ്കലിന് കലാകുവൈറ്റിൻ്റെ സ്നേഹാദരങ്ങൾ. MT സാഹിത്യ പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ശ്രീ അശോകൻ ചെരുവിലിനോട് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം
സാഹിത്യ പുരസ്കാര ജേതാവ് ജോസഫ് അതിരിങ്കലിൻ്റെ മറുവാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മാത്യു ജോസഫ്, ഇവിടുത്തെ വിശിഷ്ടാതിഥികളായി എത്തിയിട്ടുള്ള അശോകൻ ചെരുവിൽ, ബെന്യാമിൻ, ശരത് ചന്ദ്രൻ, ഹരിത സാവിത്രി, പ്രിയ, കലാകുവൈറ്റിൻ്റെ സബ് കമ്മിറ്റികളുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വിശദമായ ഒരു മറുപടി പ്രസംഗം നടത്താനുള്ള സമയം എനിക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. വലിയ സ്നേഹത്തോടെ ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനർഘ നിമിഷമായി ഞാനിതിനെ കാണുന്നു. സാഹിത്യത്തിന് ഒരുപാട് അവാർഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്, വിദേശങ്ങളിലുണ്ട്, ദുബൈയിലുമുണ്ട്. പല അവാർഡുകളും പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആർക്ക് കൊടുക്കണമെന്ന്. വിപണിയുടെ ഒരു വലിയ കടന്നുകയറ്റം അവാർഡ് നിർണയത്തിലുമുണ്ട്. കലാകുവൈറ്റ് ഏർപ്പെടുത്തിയ ഈ അവാർഡ് തീർത്തും വ്യത്യസ്തമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നു എത്രമാത്രം സൂക്ഷ്മതയോടെ, സത്യസന്ധതയോടെ, യാതൊരു തരത്തിലുള്ള സംഘാടകരുടെ ഇടപെടലുമില്ലാതെ ഇത്ര മനോഹരമായ ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതൊക്കെ അപൂർവമായ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നെ ഈ അവാർഡിനെ തിരഞ്ഞെടുത്ത പ്രശസ്തരായ എഴുത്തുകാർ അശോകൻ ചെരുവിൽ, അഷ്ടമൂർത്തി, വി.ഡി. പ്രേംപ്രസാദ് തുടങ്ങിയവരോടുള്ള എൻ്റെ നിസ്സീമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. 1978 രൂപം കൊണ്ട സംഘടനയാണ് കലാകുവൈറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗൾഫ് പ്രവാസത്തിൻ്റെ, ഗൾഫ് കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകളിൽ വന്നുപോയ ആളുകൾ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തു കാണും. അവർ വന്നത് ലോഞ്ചിലായിരിക്കാം. 78 രൂപം കൊടുത്ത ഒരു സംഘടന 47 കൊല്ലത്തിന് ശേഷം ഇത്ര മനോഹരമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ അവാർഡ്, ഇത് ഈ പുരസ്കാര വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഗൾഫിലുള്ള എല്ലാ എഴുത്തുകാരുടെയും ഒരു സ്വപ്നമായിരുന്നു MDയുടെ പേരിലുള്ള ഒരു അവാർഡ്. കാരണം നമ്മുടെ കാലഘട്ടത്തിലെ അനശ്വരനായ എഴുത്തുകാരനാണ് MD. രമണീയമായ ഒരു കാലമായിരുന്നു അത്. MD എഴുതിയ, ചങ്ങമ്പുഴയെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് രമണീയമായ കാലം. അതിൽ MD പറയുന്നു, ഭാഷയ്ക്ക് നൃത്തം ചെയ്യാൻ കഴിയുമെന്നും ഞാൻ മനസ്സിലാക്കിയത് ചങ്ങമ്പുഴയുടെ കവിതകൾ മനസ്സിലാക്കുമ്പോഴാണ് എന്നാണ്. നമ്മുടെ മലയാള ഭാഷയ്ക്ക് ഇത്രമാത്രം ഭംഗിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചങ്ങമ്പുഴയുടെ കവിതകൾ വായിക്കുമ്പോഴാണ്. നമുക്ക് പറയാൻ കഴിയും MD നിറഞ്ഞു നിന്ന ആ ഒരു കാലം രമണീയമായ ഒരു കാലമായിരുന്നു. സാഹിത്യത്തിൽ മാത്രമല്ല, പത്രപ്രവർത്തനത്തിൽ, സംവിധാനത്തിൽ, സിനിമാ സംവിധാനത്തിൽ, തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ, സമസ്ത മേഖലകളിലും പ്രഭാഷകൻ എന്നുള്ള നിലയിൽ, സംഘാടകൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 1995 ദോഹയിലെ പ്രവാസി എന്ന പേരുള്ള ഒരു സംഘടന നടത്തിയ ബഷീർ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ 2 മഹാരഥന്മാർ വന്നു, MDയും വിജയൻ മാഷും. MD ഗുരുവെന്ന് വിളിച്ചിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് ബഷീറാണ്. ഒന്നും ബഷീറിനെ പോലെ എഴുതാൻ ശ്രമിച്ചിട്ടില്ല ഞാൻ, പക്ഷേ ഞാൻ ബഷീറിനെ ഗുരുവെന്നേ വിളിക്കൂ എന്ന് MD ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. അന്ന് അവിടെ കൂടിയിരുന്ന പ്രവാസികളോട് MD പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ സദസ്സിലുണ്ടായിരുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേരിൽ ഒരു സ്മാരകം തുടങ്ങണം. ആ സ്മാരകം തുടങ്ങാൻ നിങ്ങൾ ചെറുതായ രീതിയിലെങ്കിലും അതിനുവേണ്ടി സംഭാവനകൾ ചെയ്യണമെന്ന് പറഞ്ഞ MD. നീണ്ട നാളത്തെ ആ പരിശ്രമത്തിൻ്റെ ഫലമാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ സ്മാരകം. ബഹുമുഖ പ്രതിഭയായിരുന്നു. ഏത് മേഖലയിലാണ് കൈവച്ചതോ അവിടെല്ലാം അദ്ദേഹത്തിൻ്റെ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഒരു എഴുത്തുകാരൻ രാഷ്ട്രീയമാകാമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എഴുത്തുകാരൻ്റെ എഴുത്താണ് രാഷ്ട്രീയമെന്ന് പലരും പറയാറുണ്ട്. MD എഴുത്തുകാരൻ്റെ എഴുത്തിൽ കൂടിയും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിർണായകമായ ചരിത്ര സന്ദർഭങ്ങളിലെല്ലാം സമൂഹത്തിന് എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാകാതെ നിന്ന നിർണായകമായ സന്ദർഭങ്ങളിലെല്ലാം MD മുന്നിട്ടിറങ്ങി. മാറാട് കലാപത്തിൻ്റെ സമയത്ത് MD അവിടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി. എൻ്റെ വാക്കുകൾ അവരൊന്നും കേൾക്കുന്നില്ല, നമുക്ക് യേശുദാസിനെ കൊണ്ടുവന്ന് പറയിപ്പിക്കാമെന്ന് MD
പത്രപ്രവർത്തനായ മങ്ങാട് രക്താവനോട് പറയുന്നുണ്ട്. അങ്ങനെ യേശുദാസ് വന്ന് പറഞ്ഞാൽ ഈ ആളുകൾ കേൾക്കും എന്ന് പറയുന്ന MD, പെരിങ്ങോം ആണവ നിലയത്തിനെതിരെ സമരം ചെയ്ത MD, ഞാൻ വിഭ്രമിച്ചു പോയ ഒരു നിമിഷമുണ്ട്. നോട്ട് നിരോധനം വന്നപ്പോൾ തുഗ്ലക്കിന്റെ പരിഷ്കാരമാണ് ഇതെന്ന് പറഞ്ഞ MD, വെറുപ്പിന് രാഷ്ട്രീയത്തിനെതിരെ എന്നും നിലകൊണ്ട MD. അതാണ് കഥയുടെ ശക്തി ഇത്രമേൽ മനസ്സിലാക്കിയ, ഇത്രമേൽ പറഞ്ഞിട്ടുള്ള മറ്റൊരു എഴുത്തുകാരനില്ല. പല സന്ദർഭങ്ങളിലും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്കൽ സയൻസിലും ശാസ്ത്രമീമാംസകളിലുമൊക്കെ ഉണ്ടായിട്ടുള്ള സിദ്ധാന്തങ്ങൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അബദ്ധങ്ങളായിപ്പോയി, അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളായിപ്പോയി എന്ന് നിങ്ങൾ കാണുന്നില്ലേ? വയലാർ അവാർഡ്, രാമവർമ്മ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന പ്രസംഗത്തിലാണ് പറയുന്നത്. ശാസ്ത്രമീമാംസയിലും പൊളിറ്റിക്കൽ സയൻസിലും നിങ്ങൾ കോളേജിൽ പഠിച്ച, യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ട സിദ്ധാന്തങ്ങൾ, ആ സിദ്ധാന്തങ്ങൾ കാലഹരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ അർത്ഥസത്യങ്ങളായിപ്പോയി. പക്ഷേ പഴയ വാൽമീകി എഴുതിയ കൃതിയിൽ, വ്യാസൻ എഴുതിയ കൃതിയിൽ, ഷേക്സ്പിയർ എഴുതിയ കൃതിയിൽ, വില്യം ടോൾസ്റ്റോയ് എഴുതിയ കൃതിയിൽ പറഞ്ഞിട്ടുള്ള ജീവിത സത്യങ്ങൾ ഇന്നും നിലകൊള്ളുന്നു. MD മറ്റൊരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, അത് പഞ്ചതന്ത്രം കഥയുടെ ഒരു ഉദ്ധരണിയാണ്. അമരശക്തി രാജാവിന് തൻ്റെ മക്കളെ ചുരുങ്ങിയ കാലം കൊണ്ട് മിടുക്കരാക്കണം. അവർ പഠിത്തത്തിൽ മോശമായിരുന്നു. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കുട്ടികളെ എങ്ങനെയാണ് വലിയ കേമന്മാരാക്കുന്നത്? ഓരോ ശാസ്ത്രത്തിലും പഠിപ്പിക്കാൻ വേണ്ടി ആളുകളെ കൊണ്ടുവന്ന് എല്ലാവരും 5 കൊല്ലം പറഞ്ഞു. അപ്പോൾ അത് തന്നെ 10-25 കൊല്ലം പോകും. അങ്ങനെയാണ് വിഷ്ണു ശർമ്മൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് വിഷ്ണു ശർമ്മൻ എഴുതിയ പഞ്ചതന്ത്ര കഥകളിലൂടെയാണ് അവർ ഉത്തമ പൗരന്മാരായി മാറിയത് എന്നാണ് MD പറയുന്നത്. കഥയെന്ന് പറയുന്നത് വലിയ സത്യമാണെന്ന് MD പറഞ്ഞു. ഇപ്പൊ മാർപ്പാപ്പ കാലം ചെയ്ത മാർപ്പാപ്പ എന്താണ് പറയുന്നത്? മനുഷ്യന് കഥയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 2022 നടന്ന ഒരു മാധ്യമ സമ്മേളനത്തിൽ മാർപ്പാപ്പ പറയുന്നത് മനുഷ്യന് കഥയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. വിശപ്പിനോടൊപ്പം നമുക്ക് ഭക്ഷണം കഴിക്കും, പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് കഥയ്ക്ക് വേണ്ടിയുള്ള ദാഹമാണ്. അത് നോവലായി വരാം, സിനിമയായി വരാം, കഥയായി വരാം, ശരത്ചന്ദ്രന്റെ ന്യൂസ് സ്റ്റോറിയായും വരാം. നമ്മൾ അറിയുന്നില്ല. ഇതെല്ലാം കഥകളാണ്. കഥകളില്ലാത്ത ജീവിതമില്ല. മഹത്തായ ജീവിത സത്യങ്ങളെ ആവിഷ്കരിക്കാൻ കഥകൾക്ക് മാത്രമേ കഴിയൂ. നിലയുടെ മഹത്വത്തിൽ വിശ്വസിച്ച, അറിയാത്ത അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ച മഹാസമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം ഈ നടവഴികളാണ്, എനിക്കിഷ്ടം ഈ നീളാനദി എന്ന് പറഞ്ഞ മഹാനായ എഴുത്തുകാരൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം വാങ്ങിക്കുന്ന ഈ ഒരു നിമിഷം തീർച്ചയായിട്ടും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു നിമിഷമാണ്. നമ്മൾ ജീവിച്ചതല്ല ജീവിതം. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതിയ ഗബ്രിയേൽ മാർക്കോസിന്റെ ഒരു വാചകം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ജീവിച്ചതല്ല ജീവിതം, നമ്മൾ ഓർത്തു വെക്കുന്നതാണ്. നമ്മൾ ഓർത്തു വെച്ച് പിന്നീട് പറയാൻ വേണ്ടി ഓർത്തു വെക്കുന്നതാണ്. ലൈഫ് ഈസ് നോട്ട് വാട്ട് വൺ ലീവ്ഡ്, ബട്ട് ഹൂ റിമെമ്പേഴ്സ് ആൻഡ് ഹൗ ടു റിമെമ്പർ ഇറ്റ് എന്നാണ്. അയാൾ ജീവിച്ചതല്ല ജീവിതം, നമ്മൾ ആരും ജീവിച്ചതല്ല ജീവിതം. പക്ഷേ നമുക്ക് പറയാൻ വേണ്ടി, പിന്നീട് പറയാൻ വേണ്ടി ഈ മഹാസമ്മേളനം ഓർത്തു വയ്ക്കും. ഗംഭീരമായി സംഘടന നടത്തിയ ഈ ഗംഭീരമായ ചടങ്ങിന് സാക്ഷിയാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാ സുഹൃത്തുക്കളോടും, ജഡ്ജിങ് കമ്മിറ്റിയോടും, കലാകുവേറ്റിനോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി സാഹിത്യ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനമാണ് വേദിയിൽ നടക്കുന്നത്. ലേഖന മത്സരം, കവിതാ മത്സരം, ചെറുകഥാ മത്സരം, ഇതിലുള്ള വിജയികൾക്കുള്ള സമ്മാനദാനമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ വിജയികളോടും ഈ വേദിക്ക് അരികിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ലേഖന മത്സരം. 1-ാം സ്ഥാനം 2 പേരാണ് പങ്കിട്ടിട്ടുള്ളത്. ആദ്യമായി ശ്രീരാജ് നടുവത്ത് വീട്ടിൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 1-ാം സമ്മാനം ശ്രീരാജ് നടുവത്ത് വീട്ടിൽ. പുരസ്കാരം നൽകുന്നത് ശ്രീ അശോകൻ ചെരുവിൽ. അടുത്തതായി 1-ാം സമ്മാനം ലഭിച്ചിട്ടുള്ള ശ്രീമതി ലിപി പ്രസീദ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 1-ാം സമ്മാനം ലഭിച്ച ശ്രീമതി ലിപി പ്രസീദ്. പുരസ്കാരം നൽകുന്നത് ശ്രീ ബെന്യാമിൻ.
അടുത്തതായി രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് ബിനു വർഗീസ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രണ്ടാം സമ്മാനം ബിനു വർഗീസ്. പുരസ്കാരം നൽകുന്നത് ശ്രീ ശരത് ചന്ദ്രൻ. അടുത്തതായി മൂന്നാം സമ്മാനം 2 പേര് പങ്കിട്ടെടുക്കുന്നു. ആദ്യമായി ജോബി ബേബി. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ജോബി ബേബി. പുരസ്കാരം നൽകുന്നത് മുഖ്യാതിഥിയായിട്ടുള്ള ശ്രീമതി പ്രിയ വിജയദാസ്. അടുത്തതായി മൂന്നാം സമ്മാനം പങ്കിട്ടെടുക്കുന്ന രഞ്ജു വേങ്ങൽ. വേദിയിലേക്ക് ക്ഷണിക്കുന്നു രഞ്ജു വേങ്ങൽ. പുരസ്കാരം നൽകുന്നത് ശ്രീമതി ഹരിത സാവിത്രി. അടുത്തതായി കവിതാ മത്സരത്തിനുള്ള പുരസ്കാരമാണ്. ഒന്നാം സമ്മാനം ബിനു വർഗീസ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബിനു വർഗീസ്. ഒന്നാം സമ്മാനം കവിതാ മത്സരം. പുരസ്കാരം നൽകുന്നത് ശ്രീ അശോകൻ ചരുവിൽ. രണ്ടാം സമ്മാനം അർജുൻ പി ജെ. വേദിയിലേക്ക് ക്ഷണിക്കുന്നു രണ്ടാം സമ്മാനം അർജുൻ പി ജെ. പുരസ്കാരം നൽകുന്നത് ശ്രീ ശരത് ചന്ദ്രൻ. മൂന്നാം സമ്മാനം ശ്രീമതി മായ സീത. വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീമതി മായ സീത. പുരസ്കാരം നൽകുന്നത് ശ്രീമതി ഹരിത സാവിത്രി. അടുത്തതായി ചെറുകഥാ മത്സരത്തിനുള്ള പുരസ്കാരദാനമാണ്. ഒന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് അനസ് ബാവ. വേദിയിലേക്ക് ക്ഷണിക്കുന്നു അനസ് ബാവ. പുരസ്കാരം നൽകുന്നത് ശ്രീ ബെന്യാമിൻ. ചെറുകഥാ മത്സരം രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് മനോജ് കുമാർ കാപ്പാട്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു മനോജ് കുമാർ കാപ്പാട്. പുരസ്കാരം നൽകുന്നത് ശ്രീമതി പ്രിയ വിജയദാസ്. രണ്ടാം സമ്മാനം പങ്കിട്ടെടുക്കുകയാണ് സീന രാജവിക്രമൻ. വേദിയിലേക്ക് ക്ഷണിക്കുന്നു സീന രാജവിക്രമൻ. പുരസ്കാരം നൽകുന്നത് ശ്രീ അശോകൻ ചരുവിൽ. ചെറുകഥാ മത്സരം മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് റീന സാറ വർഗീസ്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു റീന സാറ വർഗീസ്. പുരസ്കാരം നൽകുന്നത് ശ്രീ ബെന്യാമിൻ. അടുത്തതായി KKLF ലോഗോ രൂപകൽപ്പന ചെയ്തതിനുള്ള ഉപഹാരമാണ്. ഉപഹാരം സ്വീകരിക്കുന്നതിനായി സജീവ് MA വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ സജീവ് MA. പുരസ്കാരം നൽകുന്നത് കലയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ TV ഹിക്മത്ത്. പുരോഗമന ജനാധിപത്യവാദികളുടെ ആശയും ആവേശവുമാണ് ദേശാഭിമാനി ദിനപത്രം. നിലപാടുകളിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ നേരിന്റെ പക്ഷത്ത് ഉറച്ചു നിന്ന ഈ ജനകീയ പത്രം ഇന്ന് 8 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്.
പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഏറെ നേരിട്ടാണ് ദേശാഭിമാനി മലയാളത്തിലെ മുൻനിര പത്രമായി മാറിയത്. പ്രവാസി മലയാളികളെ എന്നും ചേർത്ത് നിർത്തിയ പത്രമാണ് ദേശാഭിമാനി. ദേശാഭിമാനി ഗൾഫ് എഡിഷൻ പ്രവാസികൾക്ക് മാത്രമായി നടത്തിയ ഓണം ദേശാഭിമാനിക്കൊപ്പം പെയിന്റിംഗ് മത്സരം കുട്ടികളുടെ വിഭാഗത്തിൽ 3-ാം സ്ഥാനം ലഭിച്ചത് ജാനിഷയ്ക്കാണ്. ജാനിഷയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പെയിന്റിംഗ് മത്സരം 3-ാം സമ്മാനം ജാനിഷ. കുവൈറ്റ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ 6-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പുരസ്കാരം നൽകുന്നത് ശ്രീ ആർ നാഗനാഥൻ. അടുത്തതായി ഈ സമാപന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ലോക കേരള സഭാംഗം ശ്രീ ആർ നാഗനാഥനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ മാത്യു ജോസഫ്, ഇന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മളോടൊപ്പം സംവദിച്ച, നമ്മളോടൊപ്പം സംസാരിച്ച, നമ്മളോടൊപ്പം സ്നേഹമിശ്രിതമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന 5 വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ MT പുരസ്കാരം നേടിയ ശ്രീ ജോസഫ് അതിരങ്കൽ, ഇന്നത്തെ ഇതിനോടനുബന്ധിച്ച് നടത്തിയ സാഹിത്യ മത്സരത്തിൻ്റെ സമ്മാന വിജയികൾ, നമ്മുടെ മുമ്പിലിരിക്കുന്ന കുവൈറ്റിലെ വിവിധ സംഘടനാ സാരഥികൾ, പിന്നെ സാമിൻ്റെ കാര്യം എടുത്തു പറയണം. സാം നമ്മളോടൊപ്പം വളരെ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം കലാ ട്രസ്റ്റ് അംഗമായി കേരളത്തിൽ കലാ ട്രസ്റ്റിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിക്കുന്നു. അതുപോലെ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്നേഹമിശ്രിതമായ കാലമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. കലാകാരന്മാരും സാഹിത്യകാരന്മാരും കാലത്തിന് മുമ്പേ നടക്കുന്നവരാണ്. അവർ ഉദ്ഘോഷിക്കുന്ന കാര്യവും സ്നേഹം തന്നെയാണ്. പരസ്പര സ്പർദ്ധ നിലനിർത്തിക്കൊണ്ട് ആളുകൾ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ വ്യത്യസ്ത ശബ്ദവുമായി നമുക്കിവിടെ KKLF വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ വിശിഷ്ട അതിഥികൾ പ്രഖ്യാപിച്ച പോലെ ഇത് വീണ്ടും തുടർന്ന് നടത്തേണ്ട ഒരു തലത്തിലേക്കുള്ള ഒരു ബാധ്യത എന്ന് പറയാൻ കഴിയില്ല, വളരെ നല്ലൊരു കാര്യത്തിലേക്ക് നമുക്ക് വീണ്ടും ഈ പരിപാടി നടത്താനുള്ള ശ്രമം തീർച്ചയായിട്ടും നടത്തണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സ്നേഹം ഊട്ടിയുറപ്പിക്കുവാനും യാതൊരു തരത്തിലുള്ള മാത്സര്യ ബോധവുമില്ലാതെ പരസ്പരം ഒന്നിച്ച് ഉച്ചനീചത്വങ്ങളില്ലാത്ത ഒരു ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ലോകം സ്വപ്നം കണ്ട് കഴിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഇഞ്ച് കൂടി നമുക്ക് ഈ പരിപാടികളുടെ മുന്നേക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ബോധം ഈ പരിപാടികളിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ച വീണ്ടും ഉണ്ടാകട്ടെ, വളരെ വിജയകരമായി ഈ പരിപാടി നടത്താൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, സഖാവ് M. സ്വരാജ് ഒരിക്കൽ ഒരു പുരാതന ക്രൈസ്തവ ദേവാലയം പുതുക്കിപ്പണിയുന്നതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു വേദിയിലിരിക്കുമ്പോൾ ആ വേദിക്ക് അഭിമുഖമായി ഒരു യേശുക്രിസ്തുവിൻ്റെ ഛായാചിത്രം ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ താഴെ വലിയ അക്ഷരത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു വചനവും, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. എത്ര ചെറിയ വാചകങ്ങളാണല്ലേ. അതെ, ശരികൾ മാത്രമുള്ള ജീവിതങ്ങളുണ്ടാവില്ല. തെറ്റുകൾ പറ്റുമ്പോഴും ശരികളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള പരിശ്രമമാണ് ശരിയായ ജീവിതം. അതിനാഗ്രഹിക്കുന്നവരെ പ്രചോദിപ്പിക്കാൻ ഇതിനേക്കാൾ കരുത്തുള്ള മറ്റൊരു വാചകവും ലോകത്ത് വേറെയുണ്ടാവില്ല.
ഇന്നലെയും ഇന്നുമായി ഇവിടെ നടത്തപ്പെട്ട കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ജീവൻ തുടിക്കുന്ന ഓരോ നിമിഷവും ഓരോ അനുഭവങ്ങളും നിങ്ങളുടെ ഭാവി ജീവിതം ശോഭനമാക്കുന്നതിന് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനത്തിന് നന്ദി അർപ്പിക്കുന്നതിനായി മണികണ്ഠൻ വട്ടക്കുളത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, കലയുടെ ആദരണീയനായ പ്രസിഡന്റ് മാത്യു ജോസഫ്, കലയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി TV ഹിക്മത്ത്, അതുപോലെ തന്നെ ഇന്നലെയും ഇന്നുമായി വിവിധ സെഷനുകളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികളായ പ്രശസ്ത എഴുത്തുകാരായിട്ടുള്ള സർവശ്രീ അശോകൻ ചെരുവിൽ, ബെന്യാമിൻ, ഹരിത സാവിത്രി, അതുപോലെ തന്നെ പ്രിയ വിജയൻ ശിവദാസ്, അതുപോലെ മാധ്യമപ്രവർത്തനായിട്ടുള്ള ശരത്ചന്ദ്രൻ, കൂടാതെ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കലയുടെ ഭാരവാഹികളെ, KKLFൻ്റെ ഭാരവാഹികളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സാഹിത്യപ്രേമികളെ, കലാകുവൈറ്റിൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കലാകുവൈറ്റ് സംഘടിപ്പിച്ച കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KKLF മഹോത്സവത്തിന് ഇവിടെ കൊടിയിറങ്ങുകയാണ്. കഴിഞ്ഞ 1.5-2 മാസക്കാലമായി കലയുടെ പ്രവർത്തകരും KKLFൻ്റെ പ്രവർത്തകരും നടത്തിയിട്ടുള്ള സജീവമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ഇത്തരം രീതിയിൽ നല്ലൊരു വിജയപരമായ രീതിയിൽ പരിപാടിയുടെ അവസാനിക്കുന്നത്. കലയുടെ സാഹിത്യമെ സംബന്ധിച്ച് ഇവിടെ മഹോത്സവം എന്ന് പറയുമ്പോൾ സാഹിത്യം സാധാരണ രീതിയിൽ 4 ചുവരുകൾക്കുള്ളിൽ 10 പേരിരുന്ന് ചർച്ച ചെയ്യേണ്ട ഒന്ന് മാത്രമായിരുന്ന എന്ന് വിശ്വസിക്കുന്നതിനപ്പുറത്തേക്ക് ലോകത്തിനും വെളിച്ചം കാണിക്കുന്ന സാഹിത്യം, ലോകം മൊത്തം ചർച്ച ചെയ്യേണ്ട സാഹിത്യം ഇതുപോലെയുള്ള വലിയ വേദികളിൽ ആഘോഷങ്ങളായി കൊണ്ടാടണമെന്ന രീതിയിലേക്ക് കലാകുവൈത്തിനെ പോലുള്ള സംഘടന ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയുന്ന പോലെ തന്നെ 8 സെഷനുകളായി ഇന്നിവിടെ പരിപാടികൾ നടത്തുമ്പോൾ നമുക്ക് ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് സ്വാഗത സംഘം ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ കവിതകളും പാട്ടുകളുമായി ഒരു കൂട്ടം പ്രവർത്തകർ അവിടെ ആഘോഷിക്കുകയും അപ്പുറത്ത് പുസ്തക പ്രദർശനവും ഏകദേശം 60 എഴുത്തുകാരുടെ, കുവൈത്തിലുള്ള എഴുത്തുകാരുടെയും അതുപോലെ തന്നെ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് പോയ എഴുത്തുകാരുടെയും പുസ്തക പ്രകാശനവും നടക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവിടെ 100 ആളുകൾ ചിത്രരചന ആർട്ട് ഗാലറിയിലും പങ്കെടുക്കുകയുണ്ടായി. അതുകൂടാതെ ലൈവ് ആർട്ട് ഗാലറിയിലും ആളുകൾ പങ്കെടുത്തു. ആ രീതിയിൽ വലിയ ഉത്സവം തന്നെയാണ് ഇന്ന് സാഹിത്യത്തെ സംബന്ധിച്ച് നടന്നത്. ഉത്സവം എന്ന് പറയുമ്പോൾ അതിൻ്റെ സാഹിത്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മൂല്യം ഒട്ടും ചോർന്നു പോകാതെ ആ ഗൗരവത്തോടു കൂടി പരിപാടി നടത്തുവാനും നമുക്ക് കഴിഞ്ഞു. എല്ലാ മോഡറേറ്റർമാരും അതുപോലെ തന്നെ ഇവിടെ നടന്ന അതിഥികളും എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ചർച്ചയ്ക്കും മുന്നോട്ട് വരികയുണ്ടായി. അതുപോലെ തന്നെയാണ് മികച്ച പങ്കാളിത്തം, അത് വളരെ ഗൗരവത്തോടെ ഈ സാഹിത്യത്തെ കാണുന്ന ആളുകളുടെ വളരെ മികച്ച പങ്കാളിത്തം കൂടി ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഈ പരിപാടിയുടെ വിജയമായി കാണുന്നു. ഈ സാഹിത്യോത്സവം കുവൈത്തിലെ പ്രവാസി മലയാളി എഴുത്തുകാർക്ക് കൂടുതൽ കരുത്തുള്ള എഴുത്തിലേക്കും നല്ല പുതിയ രചനകളിലേക്കും ആവേശമാകട്ടെ, ഉത്തേജനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കലയുടെ ആദരണീയനായ പ്രസിഡന്റ് മാത്യു ജോസഫാണ്. മാത്യു ജോസഫിന് കലാകുവൈറ്റിൻ്റെ പേരിലും KKLFൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ചത് കലയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി TV ഹിക്മത്താണ്. അദ്ദേഹത്തിന് നിങ്ങളുടെ ഏവരുടെയും പേരും കലാകുവൈറ്റിൻ്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറിയും സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ അശോകൻ ചെരുവിലിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ, ആടുജീവിതത്തിൻ്റെ രചയിതാവ്, ചെറുകഥാകൃത്ത്, നോവലിസ്റ്റുമായ ബെന്യാമിന് നന്ദി അറിയിക്കുന്നു. സിൻ എന്ന നോവലിലൂടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രിയപ്പെട്ട ഹരിദാസ് സാവിത്രിക്ക് നന്ദി അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട നോവലിസ്റ്റ്
പ്രിയ വിജയൻ ശിവദാസിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ട ലോക കേരള സഭാംഗം ആർ നാഗേന്ദ്രനുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു. മൺമറഞ്ഞുപോയ മലയാള സാഹിത്യത്തിൻ്റെ കുലപതി എം ടിയുടെ പേരിലുള്ള പുരസ്കാരം നേടിയ ജോസഫ് അതിരിക്കലിനുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ വേദിയിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന കലയുടെ ഭാരവാഹികൾ, ജോയിൻറ്റ് സെക്രട്ടറി പ്രസീദ്, വൈസ് പ്രസിഡന്റ് പ്രവീൺ PV, ട്രഷറർ PB സുരേഷ് എന്നിവർക്കും KKLF ചെയർമാൻ കൂടിയായ പ്രേമയില്ലത്തിനും നന്ദി അറിയിക്കുന്നു. നമ്മുടെ മുഖ്യാതിഥികളായ കൈലി TV എക്സിക്യൂട്ടീവ് എഡിറ്ററും മാധ്യമപ്രവർത്തകനുമായ ശരത് ചന്ദ്രനുള്ള നന്ദിയും അറിയിക്കുകയാണ്. കൂടാതെ 2 മാസക്കാലമായി വിവിധങ്ങളായ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. സനൽ നേതൃത്വം നൽകിയ പ്രോഗ്രാം കമ്മിറ്റി, പ്രസീത, അതുപോലെ തന്നെ മജിദ് നേതൃത്വം നൽകിയ മീഡിയ വിഭാഗം, മനു തോമസ് നേതൃത്വം നൽകിയ ഫൈനാൻസ് കമ്മിറ്റി, വളണ്ടിയർ നവീൻ നേതൃത്വം നൽകിയ വളണ്ടിയർ കമ്മിറ്റി, ഗോപികൃഷ്ണൻ നേതൃത്വം നൽകിയ ഫുഡ് കമ്മിറ്റി, ജിതിൻ പ്രകാശൻ നേതൃത്വം നൽകിയ രജിസ്ട്രേഷൻ കമ്മിറ്റി, ജസ്റ്റിൻ നേതൃത്വം നൽകിയ സ്റ്റേഷനറി കമ്മിറ്റി, അനു മാങ്ങാട് നേതൃത്വം നൽകിയ റിസപ്ഷൻ കമ്മിറ്റി എന്നിവയ്ക്കുള്ള നന്ദിയും ഇവിടെ അറിയിക്കുകയാണ്. ഈ സാഹിത്യോത്സവത്തിന് ഏറ്റവും തിളക്കമാർന്ന പരിപാടിയായ ആർട്ട് ഗാലറി സംഘടിപ്പിക്കുന്നതിന് മുന്നിൽ പ്രവർത്തിച്ച ശ്രീമാർ വല്ലനയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്കും പുസ്തക പ്രദർശനം നടത്തിയ മണിക്കുട്ടൻ കോന്നിയുടെ കമ്മിറ്റിക്കും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ സാഹിത്യോത്സവത്തിൻ്റെ ഈ വേദി ഇത്രയും ഭംഗിയായി രൂപകൽപ്പന ചെയ്ത് ഇത് നടപ്പിലാക്കിയ നിഷാദ് ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള കലാവിഭാഗം പ്രവർത്തകരെ 2 മാസക്കാലമായുള്ള അവരുടെ സജീവമായ പ്രവർത്തനത്തിൻ്റെ അഹോരാത്രം പണിയെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സ്റ്റേജും കാര്യങ്ങളും ഉണ്ടാകാൻ കലാവിഭാഗത്തിന് നിഷാദ് ജോർജിൻ്റെ കമ്മിറ്റിക്ക് നന്ദി അറിയിക്കുകയാണ്. അതുപോലെയാണ് കാവ്യവൈഖരി ഇവിടെ അവതരിപ്പിച്ച കലാപരിപാടി, കവിതകൾ ചേർത്തിണക്കിയിട്ടുള്ള കാവ്യവൈഖരി എന്ന പരിപാടി സനൽ, തോമസ് സെൽവൻ, രതീഷ് ഗോപി എന്നിവ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 1 മാസക്കാലമായി ബാലവേദി കൂട്ടുകാരും വനിതാവേദി പ്രവർത്തകരും കലയുടെ പ്രവർത്തകരും എല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള കാവ്യവൈഖരി എന്ന പരിപാടി വളരെ ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിന് പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഇന്നലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിലും അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ നടന്ന വിവിധ സെഷനുകളിലും പങ്കെടുത്ത സാഹിത്യപ്രേമികൾ, കലയുടെ പ്രവർത്തകർ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഒരാളെ വിട്ടുപോയി കേൾക്കുന്നു. അവാർഡ് ജേതാവ് ജോസഫ് അതിനിക്കലിനും നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. രണ്ടു ദിവസം നീണ്ടുനിന്ന കലാകുവൈറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് സമാപനം കുറിക്കുന്നു. ഇവിടെ